അപ്പൊ അതിനിടയ്ക്ക് ഈ കേസുഞ്ഞാണ് മൂലയന്മാര് പറഞ്ഞു, നിങ്ങളെ ഓരോരുത്തരും പോണ കാറും വണ്ടിയും സൗകര്യം കണ്ടില്ലേ, ഞങ്ങളെ വണ്ടിയിലന്മാരെ നോക്കുകയാണെ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് അയിമെന്ന് മനസ്സിലാക്കാരോ ആരാ ദുന്യാവ് ആഗ്രഹിക്കുന്നവര്, ആരാ പരലോകം ആഗ്രഹിക്കുന്നവര്. അപ്പൊ അതിന് മറികടക്കാൻ വേണ്ടി ആ രൂപത്തിൽ ഇല്ലാത്തവനെ വിമർശിക്കുകയും ഉള്ളവരെ ഈ രൂപത്തില് ഇത് അല്ലാഹുവിന്റെ റിസ്കാണ്, അല്ലാഹ് കണക്കില്ലാതെ കൊടുത്തതാണ്, അസൂയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് അതിന് ഒരു കലാമത്തായി റബ്ബിന്റെ ഔദാര്യമായി അതിനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ശിങ്കിടിമാരുണ്ടാക്കിയെടുക്കാൻ അയാൾ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ ആ രൂപത്തില് അവർക്ക് ഈ വക ഭൗതിക താല്പര്യങ്ങൾ ഇല്ല എന്ന് അവർ പോലീസായി പറഞ്ഞപ്പോൾ അതിനെ വിമർശിക്കുന്ന ആ ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ത് ചെയ്തു പിന്നെ കണ്ടങ്ങള് കളമ്പാടി മഹമൂദിയാർക്ക് കാറ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ട് മൂപ്പര് സമ്മതിച്ചില്ല. കാറ് ഷോക്കേസിലൊക്കെ ഉള്ളല്ലോ, ആർക്കാ കാറ് മൊബൈലൊക്കെ ആർക്കാ? അത് ആവശ്യമുള്ളവർക്കല്ലേ. അല്ല, കാറ് വാങ്ങിയാല് എണ്ണ വാരേണ്ടി വരൂലേ? എണ്ണ വാരിയത് എടുക്കി ഓടണ്ടെങ്കിലല്ലേ എണ്ണ വാരുക. ഒരു ഓട്ടം ഇല്ലാത്ത ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കണം മുക്കരിക്കാക്ക് എന്തിനാ കാറ്? ഒരു ദർസ് എടുത്തന മൂല്യാൽ ആ ദർസ് പെരീന്ന് വിട്ടാ ദർസിൽ, ദർസിന്ന് വിട്ടാ പെരീന്ന്, ഇങ്ങനത്തെ ആക്ക് എന്തിനാ കാറ്? ആവശ്യമുള്ളവർക്കാണ്. ഇപ്പം എല്ലാവർക്കും ഗെയിം കളിക്കാൻ മൊബൈൽ വേണം, ഗെയിം കളിക്കാൻ വേറെ എന്തെങ്കിലും വാങ്ങിയാ പോരെ. ആവശ്യമുള്ള മൊബൈൽ വാങ്ങിക്കോട്ടെ. എന്നാ മൊബൈൽ വാങ്ങാൻ ആവശ്യമില്ലാത്ത മൊബൈൽ ആവശ്യത്തിന് വാങ്ങിയവനെ കളിയാക്കാൻ നിൽക്കണോ? ഇപ്പൊ എന്റെ നാട്ടിൽ തേങ്ങ പറിക്കുന്ന ചങ്ങായി ഉണ്ട്, അറുമുഖം. ഞങ്ങൾ കുഞ്ഞാണി എന്നാ വിളിക്കാം, മലപ്പുറത്ത് അങ്ങനെ ഗുണമുണ്ട്. എല്ലാവർക്കും ഒരു ഓമന പേരുണ്ടോ, മാനുപ്പാന്ന്. ദേശം എന്തായാലും വിളിക്കല് മാനുപ്പാന്ന്, അവന്റെ പേരാതായോണ്ടാണ്. അത് മലപ്പുറത്തുള്ള പ്രത്യേകത. ഈ അറുമുഖം തേങ്ങ പറിക്കണ അറുമുഖന കുഞ്ഞാണിന്ന് ഞങ്ങളൊക്കെ വിളിക്കാം. ഞാൻ കുറെ ദിവസമായി എന്റെ തേങ്ങ പറിക്കാം കുഞ്ഞാനെ തെരഞ്ഞെടുക്കുന്നു, കണ്ടുപിടിക്കണില്ല. എന്റെ തിരക്കും അവന്റെ തിരക്കും ഒക്കണില്ല. അപ്പൊ ഇതിലടുക്കും ഒരു ദിവസം ഞാൻ അന്വേഷിപ്പില്ല. കടക്കാരൻ പറഞ്ഞു, അതിനെന്തിനാ ഞങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, അവൻ നമ്പറിൽ വിളിച്ചാൽ പോരെ. കുഞ്ഞാണിക്ക് നമ്പർ ചോദിച്ചു. ഓ മൊബൈൽ വാങ്ങിനല്ലോ എന്നാ എട്ടാന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ എന്റെ പരിപെട്ട നമ്പർ 9899 ആ നമ്പർ ഇങ്ങനെ അടിച്ചപ്പോ ഹലോ മൂജരാപ്പളയാ, ഞാൻ ആചാരാപ്പള തെങ്ങുമലാണ്. ആചാരാപ്പളിന്റെ തെങ്ങുമലാണ്. അപ്പൊ എനിക്ക് തോന്നി ഇവന് തര ആവശ്യക്കാൻ ഇവൻ എപ്പോഴും റേഞ്ച് കിട്ടും. അതെഴുതിയാണ്ട് ഒരാവശ്യമില്ലാത്ത ഗെയിം കളിക്കാൻ മാത്രം മൊബൈൽ വാങ്ങേണ്ട ആവശ്യമില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കാർ ആവശ്യമാണ്. അത് നിങ്ങൾ നോക്കൂ, ആ ഓട്ടത്തിനനുസരിച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇവിടെ മായനാട് മീൻ വിൽക്കുന്ന ഒരു ചങ്ങായിക്ക് ഓന് MIT മാത്രം പോരെ? എന്തിനാ ഓന് പിക്കപ്പ് ആവശ്യമില്ല? ഓന് ഇവിടെ മാത്രം മീൻ വിൽക്കുകയാണ്. ഓൻ പിന്നെ പുരോഗമിച്ചു കോഴിക്കോട് ടൗണിൽ നിന്ന് മീൻ കൊണ്ടുവരാൻ തുടങ്ങി. MIT പോരാ, ഓനെ ഒരു നായ്ക്കൂർക്കമാണ്. നായ്ക്കൂർക്കം മനസ്സിലായെങ്കിൽ ഓപ്പ പിന്നെയും വികസിച്ച് ഇവിടുന്ന് മീൻ വടകർക്ക് കൊണ്ടാൻ തുടങ്ങി. എന്നാ ഓന് നായ്ക്കൂർക്കം പോരാ, ഓന് പിക്കപ്പ് വേണം. ആവശ്യത്തിനനുസരിച്ചാ. അപ്പൊ ഒരു മീൻ കച്ചവടക്കാരൻ പിക്കപ്പ് വാങ്ങി, ഒരു മീൻ കച്ചവടക്കാരൻ നായ്ക്കൂർക്കം വാങ്ങി, ഒരു മീൻ കച്ചവടക്കാരൻ MIT വാങ്ങി. അതിന് MITന്റെ ആവശ്യമുള്ള എന്തിനാ പിക്കപ്പുകാരനെ കുറ്റം പറയുന്നു? എല്ലാ പ്രവാചകന്മാരും ബുറാക്കിൽ യാത്ര ചെയ്തണോ? ഇല്ല. എന്തേ? ഓലെ നാട് വിട്ട് വല്ലാതെ എവിടെയും പോയില്ലല്ലോ. അള്ളാഹുവിന്റെ റസൂൽ ബുറാക്ക് പോയി. അത് ഒറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ 7 ആകാശം കയറി രാവിലെ ആകുമ്പോൾ എത്തണം. അതിന് ബുറാക്കേ പറ്റുള്ളൂ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, നിങ്ങൾ ആലോചിക്കും, ഞാനും അദ്ദേഹത്തെ കിട്ടാൻ വേണ്ടി ഇന്നലെ രാത്രി ഞാൻ അദ്ദേഹത്തോടൊപ്പം 2 പൊതുയോഗത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അല്ല, മിനിയാന്ന് രാത്രി. അതിന് തലേ രാത്രി അദ്ദേഹത്തോടൊപ്പം ഞാൻ 3 പൊതുയോഗത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രസംഗിക്കുന്നതിന് ഇടയ്ക്ക് രാത്രി ഞങ്ങൾ 2 മണിക്ക് പിരിഞ്ഞ് രാവിലെ 11 മണിക്ക് എനിക്ക് മൂപ്പനെ കിട്ടാൻ ആവശ്യമുണ്ടായിട്ട് ഞാൻ മൊബൈലിൽ വിളിക്കാം. എവിടെയാ? ഞാൻ മർക്കസിൽ ഇപ്പോൾ വന്നാലോ? മർക്കസിക്കോ? ഞാൻ ഇപ്പൊ ഡൽഹിയിലല്ലേ. സുബ്ഹാനല്ലാഹ്, ഡൽഹി പോയോ? ആ വൈകുന്നേരം 4 മണിക്ക് നമുക്ക് ഡൽഹിയിൽ നിന്ന് വന്നോന്ന് അറിയാൻ വേണ്ടി ഉസ്താദ് എപ്പോഴാ വരിക? എപ്പോഴാ പേര്? ഞാൻ ഇപ്പൊ തൃശ്ശൂരല്ലേ. ഇങ്ങനത്തെ മനുഷ്യന് MIT പോരാ. അതിന് കാളമ്പാടി മഹമൂദിയാർക്ക് കാറ് വേണ്ട, ഞങ്ങളെന്താ വേണ്ട? ഇപ്പൊ ഇതിന് ആകെപ്പം മായനാട് പൊതുവാൻ വെച്ചിട്ട് കാളമ്പാടി മഹമൂദിയാർക്ക് കാറില്ല. അതിന് എന്തിനാ ആ സാധൂര് കാറ്? ഇത് ആവശ്യമുള്ളവർക്കല്ലേ. അപ്പൊ ഞാൻ എന്റെ 15 പ്രസംഗത്തേക്ക് വരുന്നുണ്ടല്ലേ, അത് മോശമാണ്, നിർത്തിയാണ്ട്. ഞാൻ അങ്ങനെ കരുതി വന്നതല്ല. ഞാൻ ആ കാസറ്റ് കേട്ടിട്ട് പുച്ഛിച്ച് തള്ളിയതാണ്. അത് എന്തോ ഘട്ടകാലം ഒരു വാക്ക് വന്നു പോയതാണ്. ഞാൻ വേണമെങ്കിൽ പിന്നീട് ഒരിക്കൽ വരാം. ഞാൻ പറഞ്ഞു വരുന്നത്, ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മൾ സമയം കളയണ്ട. ഒരാളെ പൊതുയോഗം വിളിച്ചിട്ട് കാളമ്പാടി മഹമൂദിയാർ ആരാ? ഈ നാട്ടിൽ മായനാട്ടുകാർ അറിയോ?
ആരാ കാളമ്പാടി വേമൂലിയാർ ഈ മാനാട്ടുകാർക്ക്? അപ്പൊ കണ്ടോ, സമസ്തന്റെ സംസ്ഥാന പ്രസിഡന്റിനെ പറ്റിയാ പറയണത്. സ്റ്റേറ്റ് പ്രസിഡന്റ് കാളമ്പാടി മഹമൂദിനെ പറ്റിയാ പറയണത്. അയാൾക്ക് MIT മതി. മറ്റവർക്ക് ഓർക്ക് ഡൽഹിയും ബോംബെയിലും അവിടെ പല തെരുവിലൊക്കെ പോകേണ്ടതാണ്. അതുകൊണ്ട് ഓർക്ക് MIT പോരാ. അപ്പൊ ഈ രൂപത്തില് അവനാണ് ഈ രൂപത്തിൽ പലിശയും അല്ലാതെയും ഒക്കെയായി പണമുണ്ടാക്കിയിട്ട് സമുദായത്തെ ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുകയും ആ വഴിക്ക് പോകാതെ ഭൗതിക താല്പര്യങ്ങളില്ലാതെ പോകുന്നവനെ കളിയാക്കുകയും ചെയ്യുന്ന രീതികൾ. എന്നിട്ട് നമ്മളെ പറ്റാവും കണ്ടോ, എത്ര അലിമീങ്ങളെ തള്ളി, എത്ര മൂലയന്മാരെ തള്ളി. ഇതൊക്കെ പ്രസംഗിക്കാൻ മൂലയന്മാർക്ക് എന്താ താല്പര്യം? പാണക്കാട് തങ്ങളോടൊക്കെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോ പാണക്കാട് തങ്ങൾ ഭയങ്കര കാര്യപ്പെട്ട ആളാ. തോന്നിപ്പോവും കാന്തപുരം പോലെ മരിച്ചാല് അടുത്ത പ്രസിഡന്റായിട്ട് പാണക്കാട് തങ്ങൾ ആക്കി പോകുമെന്ന് തോന്നിപ്പോവും പറച്ചിലേട്ടാല്. പക്ഷെ അതും അവസരം വരുമ്പോൾ അവിടെയും തിരിഞ്ഞു കുത്തുന്ന ഏർപ്പാടല്ലേ യഥാർത്ഥത്തിൽ ഇവർ കണ്ടുവരുന്നത്. ഇതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതൊന്നും ആത്മാർത്ഥമായിട്ടല്ല. ഇവരെ ആയത്തോതുന്നതോ ഹദീസ് പറയുന്നതോ ഇബാദത്ത് വായിക്കുന്നതോ അല്ലെങ്കിൽ ആലിമീങ്ങളെ ഉദ്ധരിക്കുന്നതോ നേതാക്കന്മാരെ പറയുന്നതോ ഒന്നും ആത്മാർത്ഥമായിട്ടല്ല. എല്ലാം തങ്ങളുടെ താൽക്കാലികമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം. എന്തിനേറെ ഇവിടെ വന്ന് പ്രസംഗിച്ച മുസ്ലിമുണ്ടല്ലോ, വഹാബ് സക്കാഫി മമ്പാട്ടുകാരൻ. അയാൾ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്, ചില സ്ഥലത്തൊന്നും പിന്നെ പോയില്ല എന്ന് പറഞ്ഞിട്ടു. SFI ചോദിച്ചു നോക്കുക, ഒതായിക്ക് പിന്നെ പോയിനോ? മൂപ്പരിക്കും അറിയാം, SFIക്കും അറിയാം. അപ്പൊ ഏതായാലും ആ വഹാബ് സക്കാഫി അയാൾ തന്നെ മറ്റു ചില വേദികളിൽ ഇവിടെ അടക്കമുള്ള പല സ്ഥലത്തും അദ്ദേഹം പുകഴ്ത്തുന്ന അല്ലെങ്കിൽ തങ്ങളെ എതിരില്ലാന്ന് വെച്ചു തീർക്കാൻ ശ്രമിക്കുന്ന പാണക്കാട്ട് തങ്ങളെ അടക്കം വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന ചില ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒപ്പം വഹാബ് സക്കാഫിനെ കാണലുമായി ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കലുമായി ശ്രദ്ധിക്കട്ടോ. കൊള്ളുന്ന ആൾക്കാര് ഞാൻ പറഞ്ഞല്ലോ, തങ്ങന്മാരെ മഹത്വം തങ്ങന്മാരറിയാതെ ഇവർ ഇടിച്ചു താഴ്ത്തുകയാ. ഇത് കണ്ടങ്ങള് നമ്മളെ കരുണാകരന്റെ ഒരു മകളുണ്ട്, പോരിശിയാക്കപ്പെട്ട മകൾ പത്മജ. ആ പത്മജ പാണക്കാട് ചെല്ല, ശിയാബ് തങ്ങളുടെ അനുഗ്രഹം തേടി പത്മജ ബുറുദന്റെ മസാല ഞങ്ങൾക്ക് പഠിപ്പിച്ച. ഇതിന്റെ മസാല എന്ന് പറഞ്ഞിട്ടിക്ക നിങ്ങള് കണ്ടങ്ങള് തങ്ങൾ പാപ്പാന്റെ കൈ പത്മജ താത്താന്റെ കയ്യുമേ. ആ റസൂലുള്ളാന്റെ ബൈഅത്തെ ഇങ്ങനെയായിരുന്നു അല്ലേ? കണ്ടങ്ങള് തൊട്ടില്ല. അങ്ങനെ നമ്മൾ പറയണ്ട. ഇത് നോക്കിങ്ങള്, ഇത് ഞങ്ങൾക്ക് പറയാൻ ആഗ്രഹമല്ല, അതേ സമയത്ത് പറയിപ്പിക്കരുത്. അപ്പൊ കണ്ടോ, ഇത് പറയാൻ താല്പര്യം എന്താ നേടി വന്നു. ഏൽപ്പിക്കാരെ വേദിക്ക് തങ്ങന്മാരും മറ്റൊരു പേരുണ്ടോ നോക്കുകയാണ് മറ്റൊരുക്ക് പണി. അപ്പൊ അതാണ് പ്രശ്നം. അല്ലാതെ കൈ പോണതോ കാല് പോണതോ അല്ല, അതിനപ്പുറം പുറത്ത് പോണതല്ലേ. അപ്പൊ ആ പോക്കല്ല എനിക്ക് പ്രശ്നം, ഇവർക്ക് പ്രശ്നം. നേരെ മറിച്ച് അടിക്കാൻ മടി കിട്ടിയപ്പോ അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ആ ശരി നമ്മൾ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഈ രൂപത്തിൽ അവസരത്തിനൊത്ത് എന്തും പറയാവുന്ന നിലവാരത്തിലേക്ക് അതൊക്കെ വ്യാഖ്യാനിക്കാൻ ന്യായീകരിച്ചൊപ്പിക്കാൻ പറ്റാവുന്ന അനുയായി വൃന്ദത്തെ കൂടി ഉണ്ടാക്കിയെടുക്കാൻ അയാളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതിന് കൂടുതൽ ഏറ്റവും തെളിവാണ് ഈ വക മുസ്ലിയാക്കന്മാരൊക്കെ. എന്തിനേയും ഏതിനേയും അവസരത്തിനൊത്ത് ഉപയോഗപ്പെടുത്തി തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇവർ എന്നും മുൻപന്തിയിലാണ്. അത് എവിടെ നമുക്ക് മാന്താൻ പറ്റുക, എവിടെ ചോര കിട്ടുക, ചീരമുണ്ടോ നോക്കാതെ ചീരമുള്ളിടത്തും ചോരയുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഈ വക സഖാഫി കുട്ടികൾ അതിന് പറ്റിയ ശൈഖുനയും ഇതാണ് സാധനം. ഏതെല്ലാം പറഞ്ഞു. ഈ കേസ് ഞാൻ 2 മുമ്പ് സമ്മേളനം വെച്ചു, മറ്റൊരു സമ്മേളനം വെക്കലുണ്ട്, ഇപ്പൊ സമ്മേളനം വെച്ചു. അപ്പൊ സമ്മേളനം വെച്ചപ്പോ സമ്മേളനത്തിനൊരു പേരിട്ടു, പേര് യമാമാന. സംഗതി ഓരോ പേരേക്കുമ്പോ ഓരോരുത്തർക്കും ഓരോന്ന് ഓർമ്മ വരും. ഇസ്ലാമിക ചരിത്രത്തിൽ സ്ഥാനമുള്ളത് തന്നെയാണ് യമാമ. മുസൈലിമത്തുൽ കദ്ദാബ് യമാമയിൽ വന്നു. ആ മുസൈലിമത്തുൽ കദ്ദാബിനെ തുരത്തി പരാജയപ്പെടുത്തി വധിച്ച് അവിടെ അബൂബക്കർ സിദ്ദീഖ് നേതൃത്വത്തിലുള്ള സൈന്യം, സിദ്ദീഖ് അല്ലാഹ് നിയോഗിച്ച സൈന്യം മേൽക്കോയ്മ നേടി വിജയം നേടിയ സ്ഥലമാണ് യമാമ. അതുകൊണ്ട് ഏപ്പിക്കാലത്തിലെത്തിയിട്ട് വിജയം നേടാൻ പറ്റുമെന്ന് വ്യാമോഹിച്ചുകൊണ്ടാണോ എന്നറിയില്ല ഈ കേസുണ്ടാളി യമാമ എന്ന് പേരിട്ടത്. മറ്റൊരുക്ക് തിരിഞ്ഞ് ഇത് സംഗതി പോക്കി വളർത്തുകയാണ്. അപ്പൊ അയിനിങ്ങളെയൊക്കെ കേട്ടോ, നിങ്ങൾ അയിനെയും പരിഹസിച്ചിട്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ ഓർക്കുന്നു ഇ.കെ. ബക്കർ മുസ്ലിയാർ ആ കാലത്തുള്ള പ്രസംഗത്തിൽ എ പി ഉസ്താദിനെ സമസ്തയിൽ നിന്നാണ് നീക്കം ചെയ്ത ആ സമയത്ത് അദ്ദേഹം നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്താ? അതാ ഒരു പല്ലിന്റെ വാലാണ്, അത് കുറച്ചേരം കടന്നിങ്ങനെ പടി പിന്നാണ് നിൽക്കുന്ന.
അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയല്ലേ, കുറച്ചേരല്ലേ ഇപ്പൊ എല്ലാവർക്കും പെടാൻ കഴിയുള്ളൂ. പക്ഷെ ആ ഒന്ന് രണ്ട് പടച്ചിലുകൊണ്ട് അൽഹംദുലില്ലാ എവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയാം നിങ്ങള്. അവരിപ്പോഴും കിടന്ന് തിരിയണ എവിടെയാ അതിപ്പോ ഞാൻ പറയണ്ട. അവരിപ്പോ തിരിയണ സ്ഥലത്തിന്റെ പേര് നിങ്ങൾ കേട്ടില്ലേ? യമാമ, കുമാമ എന്നല്ലേ ചങ്ങായിമാരെ പറയാൻ നല്ലത്. യമാമ എന്ന് പറയുന്നേക്കാൾ നല്ലത് കുമാമ എന്നാണ്. അതിന് തക്കിബീർ തന്നെ, അതിന് ഗുമാമാനായി തക്കിബീർ. കാന്തപുതര അല്ലാഹു അക്ബർ, ഗുമാമ അല്ലാഹു അക്ബർ. എന്താ എല്ലാത്തിനും സാധനം ഒന്നും തന്നെയാ. അതാ രണ്ടു മല ബന്ധമുണ്ടോ എന്താണെന്നറിയില്ല. ഏതായാലും അവിടെയും ഫിറ്റ് ചെയ്ത് അല്ലാഹു അക്ബർ. അപ്പൊ ഈ രൂപത്തില് ഇതാ ഞാൻ സൂചിപ്പിച്ചത്, തങ്ങളുടെ താല്പര്യങ്ങള് ഈ സമൂഹത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. ഇവിടെ മുബത്തദീങ്ങൾ എന്ന് 40 വട്ടം വിളിച്ചു പറയുന്ന മുജാഹിദോ അല്ലാത്ത കക്ഷികളോ സമുദായത്തിന് പുത്തൻവാദം പ്രചരിപ്പിക്കുന്നുവെന്നോ സ്വർഗത്തിലേക്കുള്ള പാത തടയുന്നുവെന്നതോ അല്ല ഇവരുടെ പ്രശ്നം. അങ്ങനെ ആലോചിച്ച് ബേജാറായിട്ടൊന്നല്ല ഈ വക ഏർപ്പാടിറങ്ങുന്നത്. നേരെ മറിച്ച് ഇവരുടെ ചില വ്യക്തി താല്പര്യങ്ങൾ, ഭൗതികമായ ചില ഇവരുടെ താല്പര്യങ്ങൾ, അതൊക്കെ സംരക്ഷിക്കാൻ അത്തരം പ്രചാരണങ്ങൾ ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രം ആ വക രൂപത്തിൽ പോകുന്നു. അതിനെന്തും ദുർവ്യാഖ്യാനിക്കാൻ, ഏത് വഴിക്കും നീങ്ങാൻ, ആയത്തോ ഹദീസോ അല്ലാത്തതോ എന്തും കഷ്ണിക്കാനും മുറിക്കാനും കൂട്ടിച്ചേർക്കാനും വെട്ടിച്ചൊലിക്കാനും എല്ലാം ഇവർ തയ്യാറാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മയ്യത്ത് കച്ചവടം മുതൽ ഇങ്ങോട്ട് പലിശയാണെങ്കിലും അല്ലാത്ത അവിഹിത സമ്പാദ്യങ്ങളോ അവിഹിത ബന്ധങ്ങളോ ഏതാണെങ്കിലും ശരി, അവിടെയൊക്കെ ഒരു ആയത്തുണ്ട്. ഏത് അന്ധവിശ്വാസവും ഇസ്ലാമിന് 1 നമ്പർ വിശ്വാസമായി മാറിക്കൊള്ളും. അതുകൊണ്ടാണല്ലോ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാന്നുള്ളത് ഇബ്ലീസിന്റെ പ്രമേയം, അല്ലാത്തത് പ്രാർത്ഥിക്കാന്നുള്ളതോ സുന്നത്തമായത്ത്. ശൈഖന്മാർ തേടാനുള്ളത് സുന്നത്തമായത്ത്, അള്ളാഹിനോട് മാത്രം തേടാനുള്ളതോ ഇസ്ലാമിന് പുറത്ത്. അത് പുത്തൻവാദം. അതാരെങ്കിലും പറഞ്ഞാൽ മിണ്ടാൻ പാടില്ല, പിന്നെ സലാം ചെല്ലാൻ പാടില്ല, സലാം അടക്കാൻ പാടില്ല, കെട്ടിച്ചൊടുക്കാൻ പാടില്ല, കെട്ടിക്കൊണ്ടുവരാൻ പാടില്ല, ഒന്നും പാടില്ല. മരിച്ചാല് അവന്റെ അടുത്ത് ഒരു നന്മയും കണ്ട പറയാൻ പാടില്ല എന്നാണ് പത്തപ്പന മുസ്ലിം നാട്ടിൽ ഞാൻ കാണിച്ച കളിപ്പിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നത്. മരിച്ചിട്ട് ഓനെ മുഖത്തോ മറ്റോ വല്ല നല്ല ലക്ഷണം കണ്ടാ പുറത്ത് പറയരുത്. വലിക്കാരെ നല്ലത് കാണുന്നു, നല്ലത് കാണുന്ന വലിക്കറിയാ, അവിടെ കണ്ടാ പുറത്ത് പറയരുത് എന്നാ. അല്ലെ കാണുക തീർത്തു വന്നൂടെ. അപ്പൊ അങ്ങനെ വല്ലതും കണ്ടാൽ അത് പുറത്ത് പറയാൻ പാടില്ല. അത്ര വരെ മുബത്തദീങ്ങളുമായി എന്ത് വേണം? വേറിട്ട് നിൽക്കാൻ, അവരെ ബഹിഷ്കരിക്കാൻ ഒരുങ്ങണമെന്ന ആഹ്വാനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തേ കാരണം? പല വരുമാനവും ചോദ്യം ചെയ്യുന്നത് വഹാബികളെ വേറൊന്നുമല്ല. ഇവരെ വരുമാനം തുടങ്ങിയ കുറച്ച് പാട്ടുകൾ, അതേപോലെ ജാറും തർക്കങ്ങൾ മെച്ചപ്പെട്ടു തുടങ്ങിയ ചില വരുമാന മാർഗങ്ങൾ, ഇതൊക്കെ ഇല്ലാതാക്കുന്നത് വഹാബിയാണ്. ആ ഒറ്റ പ്രശ്നം. ഇവർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഞാനത്തെ സൂചിപ്പിച്ചപ്പോൾ അധികം മുടക്കൊന്നുമില്ല, മയ്യത്ത് വേണമെന്നില്ല. എന്തെങ്കിലും ഒരു കഥ ഉണ്ടായാൽ മതി, എന്തെങ്കിലും ഒരു പ്രചാരം ഉണ്ടായാൽ മതി. അതിന്റെ പേരിലാണ് പണം ഉണ്ടാക്കുന്നത്. ഒറ്റ നൂല് മതി ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ. ഏതെല്ലാം രൂപങ്ങളിൽ മുടി വിറ്റ് പൈസ ഉണ്ടാക്കുന്നുണ്ട് നമുക്കറിയാലോ. മുടി വിറ്റ് പൈസ ഉണ്ടാക്കുന്നവര് ഇവിടെ തന്നെ പലപ്പോഴും പ്രദർശിപ്പിച്ചതാണ്. അതിന് ആവർത്തിച്ച് പ്രദർശിപ്പിക്കുന്നില്ല. മുടി വിറ്റ് പണം ഉണ്ടാക്കുന്നത്, നബിന്റെ മുടി എന്ന് പറഞ്ഞിട്ട് ആരുടെയോ എവിടുന്നുള്ള മുടി കൊണ്ടുവന്നിട്ട് അത് പൊതിഞ്ഞ് അത് സൂക്ഷിച്ച് അയിമ പണം ഉണ്ടാക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് തിരുകേശ പ്രദർശന മർക്കസിന് ഇടയ്ക്കാണ് തന്നല മർക്കസിന് വായ്പ ഉണ്ടത്. തന്നല മർക്കസിന് കുറച്ച് പൈസ കമ്മി വരുമ്പോ മുടി വായ്പ ഉണ്ട് എട്ടീസിന്. എങ്ങനെയാണ് വ്യവസ്ഥ നമുക്ക് അറിയില്ല. ചിലപ്പോ പൗതിയും പോലൊക്കെ ആയിരിക്കണം, വെറുതെ തരം കൊടുക്കൂല. ഇങ്ങനെ മുടി വിറ്റ് പൈസ ഉണ്ടാക്കണവര്, അതേപോലെ പലരുടെയും പല അവശിഷ്ടങ്ങളും വിറ്റ് പണം ഉണ്ടാക്കുന്നവര്, പല പേരുകളിൽ ഏറ്റവും പറഞ്ഞല്ലോ യാഹു നമുക്ക് 2 ജാറും, കുഞ്ഞിമലക്കാ ഷഹീദിനോ 7 ജാറും. കുഞ്ഞിമലക്കാ ഷഹീദിന് 7 ജാറും. മൂലമായി പറയാ എന്താ മൂപ്പര വയ്യത്ത് 7 കഷ്ണാക്കിയിട്ട് ബ്രിട്ടീഷുകാർ കടലിൽ കിട്ടതല്ലേ ആയിരിക്കാം. അല്ലാഹു ആണെങ്കിലും കൂട്ടർ ഒരു തല കിട്ടി എന്താ ചെയ്യാ? ഒരു തല കിട്ടി എന്താ ചെയ്യാ? ഇതിന്റെ ഉടലെവിടുന്നേ കിട്ടുമോ നോക്കല്ലേ? ഇത് കിട്ടിയോ കിട്ടിയിട്ട് വണ്ടി ഓലാറുണ്ടാക്കി, ഇവിടെ തലട്ടി വായ്മലാറുണ്ടാക്കി, മറ്റൊരു കൈയിട്ടി ഒരൈമലാറുണ്ടാക്കി. അങ്ങനെ 7 മോനെമാർ ആലോചിക്കണം. പഠിച്ചവരെ മൂപ്പരെ 10 കഷ്ണാക്കിയെങ്കിൽ നമുക്കും കിട്ടുന്നല്ലോ ഓരോ കണ്ടം. ഇതിപ്പോ ഏണ്ടാക്കിയുള്ള ഏഴത്തിൽ നിന്നും നിങ്ങൾ ആലോചിച്ച ഏതെല്ലാം രൂപങ്ങളിൽ. മമ്പുറത്ത് കുറെ കാലം മൂച്ചുണ്ടായിരുന്നു, ഗർഭമുള്ള മൂച്ച്. അവിടെ പോയി ഭക്തജനങ്ങൾ തൊഴുതു പോകാറുണ്ട്. അവസാനം
ഉണങ്ങി മരം വീഴുമെന്ന് കണ്ടപ്പം ചെയ്തു മുറിച്ചു മാറ്റി. ഭക്തജനങ്ങൾ തിങ്ങിക്കൂടി ഗർഭസ്ഥ ശിശുവിനെ കാണാൻ. പക്ഷെ മുറിച്ചു നോക്കുമ്പോ ഗർഭം എന്ന് അലസിപ്പിക്കുന്ന സാധനമില്ല. ഇപ്പൊ നിങ്ങൾ വമ്പുറത്ത് പോയൊക്കെ മൂച്ചിന്റെ ഫോട്ടോ വെക്കുക. അവിടെ ആ മൂച്ചിന്റെ ഫോട്ടോ 10 റുപ്യാക്കും 25 റുപ്യാക്കും ഒക്കെ ഫ്രെയിം ചെയ്തും അല്ലാതെയും വിൽക്കുക. അത് കൊണ്ടുപോയിട്ട് വീട്ടിൽ തൂക്കുക. എന്തിന് വർക്കത്തിന്? മടപ്പള്ളിയാറും വലിയോറയില് എന്താ വർക്കത്ത്? കൊമ്പുള്ള തെങ്ങ്, 5-6 കൊമ്പും ചുള്ളുള്ള തെങ്ങ്. നേരത്തെ സമയത്ത് ഓല വെട്ടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഭക്തജനങ്ങൾക്ക് ഓല തിന്നാൻ കൊടുക്കുക. ഒരു കുടി കൊണ്ടുപോയി അത് വീണ്ടും മുറിച്ച് വീട്ടിലെ നാൽക്കാലികൾക്ക് കൊടുക്കുന്നു, ഇരുകാലികളും ഭക്ഷിക്കുന്നു. ഇതല്ലേ പ്രത്യേകത? ഇതല്ലേ പ്രത്യേകത? കുന്തിരിക്കം കൊടുക്കുന്നവർ, അരി കൊടുക്കുന്നവർ, വെളിച്ചെണ്ണ കൊടുക്കുന്നവർ, അവലും പഴവും കൊടുക്കുന്നവർ, ഇതൊക്കെ ജാലങ്ങളെ കൊടുക്കുന്നത്. പല സ്ഥലത്ത് പല കോലത്തിന്. ചില സ്ഥലത്ത് കലിക്കണ്ട കൊടുക്കും, എന്തിനാ നമുക്കറിയില്ല. വേറെ ചില സ്ഥലത്ത് വേറെ പലതുമാണ്. പുത്തമ്പള്ളി പോയാൽ അവിടെ ഉള്ളത് വെള്ള കിണറ്, അവിടെ ഒരു കിണർ, അതിന് വെള്ളം മുക്കി കൊണ്ടുപോവുക. എന്താ സംഗതി? സംസം വെള്ളത്തിന്റെ പോരിശ. സംസം വെള്ളത്തിന്റെ പോരിശയാണ് പുത്തമ്പള്ളിയിലെ വെള്ളത്തിലിതാ. പാമ്പടിച്ചാൽ ആ വെള്ളം കുടിച്ചാൽ മതി, ഏത് അസുഖത്തിനും ആ വെള്ളം മതി. അവസാനം പുത്തമ്പള്ളി ചാർത്തിന് വരുമാനത്തെ ചൊല്ലി പ്രശ്നമുണ്ടായപ്പോൾ കമ്മിറ്റിക്കാരുടെ കത്തിക്കുത്തുണ്ടായി. 3 കൊല്ലം മുമ്പ് കത്തിക്കുത്തുണ്ടായി. പ്രസിഡന്റിനെ കുത്തേറ്റു. ഉടനെ താങ്ങി പിടിച്ച് ഓടി ഹോസ്പിറ്റലിലേക്ക്. വെള്ളം കൊടുത്തില്ല. കിണറ്റിന് വെള്ളം മുക്കി കൊടുത്താൽ മതി, പക്ഷെ കൊടുത്തില്ല. ഓലിക്കറിയാ കൊടുത്തൊരു കാര്യമില്ല. എന്നിട്ട് ഇപ്പൊ ചില മുസ്ലിയാക്കന്മാർ ആ വെള്ളത്തിനെ പോലും സംസം വെള്ളത്തിന് ന്യായം വന്നിട്ട് ന്യായീകരിക്കാനാ ശ്രമിക്കുന്നത്. ശ്രദ്ധിക്കുന്നത്. പത്തപ്പിരിയ മുസ്ലിയാർ പറയട്ടെ പുത്തമ്പള്ളി വെള്ളത്തിന്റെ സവിശേഷത എന്താണ് എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ആ വെള്ളം എങ്ങനെ ഉണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലുപതിഞ്ഞ കല്ലിനെ ബഹുമാനിച്ച ശേഷം ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാ ഹാജിമാരും, പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോയവരും ഗവൺമെന്റ് ഗ്രൂപ്പിൽ പോയവരും എല്ലാവരും കയ്യിലൊരു ക്യാനയുമായിട്ട് വരിക. 10 ലിറ്റർ ക്യാന. എന്താ അതിനകത്തുള്ളത്? വെള്ളം. ഇതെന്ത് വെള്ളം? സംസം വെള്ളം. എന്താ ഇതിന്റെ പ്രത്യേകത? സംസം വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എന്തിനാ? വേണ്ടത് കേരളത്തിൽ നിന്ന് പോകുമ്പോ വെള്ളം അങ്ങോട്ട് കൊണ്ടുപോവുക. കാരണം സൗദി അറേബ്യയിലൊക്കെ നല്ല വെള്ളത്തിന് ഭയങ്കര പഞ്ഞ അല്ലെ. അവിടെ ജോലി ചെയ്ത ആളുകൾ ചോദിക്കും, നിങ്ങൾ 1 ലിറ്റർ പെട്രോൾ കിട്ടണമെങ്കിൽ 90 പൈസ കൊടുത്താൽ മതി, 90 ഫിൽസ്. 1 ലിറ്റർ വെള്ളത്തിന്റെ ബോട്ടിൽ വേണമെങ്കിലോ വയസ്സാ എത്ര കിട്ടണോ? 1 റിയാൽ കൊടുക്കണം. അപ്പൊ 1 കുപ്പി വെള്ളത്തിനാണ് 10 റുപ്യ. വെള്ളത്തിനാണ് അവിടെ വില. അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ട വെള്ളം, പകരം അവിടുന്ന് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരിക. അതെന്താ? സുബ്ഹാനല്ലാഹ്, അത് സാധാരണ വെള്ളമല്ല ഉസ്താദേ, സംസം വെള്ളമാണ്. എന്ന് വെച്ചാൽ ബഹുമാനവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിട്ടടിച്ചപ്പോൾ അവിടെ പൊങ്ങി വന്ന വെള്ളം എന്ന് 4000 വർഷങ്ങൾക്ക് മുമ്പ്, 4000 വർഷം മുമ്പ് ഇസ്മായിൽ നബിയുടെ കാല് സ്പർശിച്ചു. ഇപ്പോൾ അതിന്റെ വല്ല അവശിഷ്ടവും അതിലുണ്ടാവുമോ? പിന്നെ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? സുന്നികളായി നമ്മെ സംബന്ധിച്ചിടത്തോളം 100 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുത്തമ്പള്ളിയിൽ കുഞ്ഞഹമ്മദ് ഹുസൈൻ റളിയല്ലാഹു മർക്കദ മഹാനവറുകൾ മന്ത്രിച്ചൂതി കിണറ്റിലേക്ക് ഒഴിച്ച വെള്ളം ഇപ്പോഴും ശിഫാക്ക് വേണ്ടി നാം അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. കവരത്തി ദ്വീപിൽ ബഹുമാനപ്പെട്ട ഖാസിം വലിയുല്ലാഹി റളിയല്ലാഹു തആല എഴുതി വെച്ചിരിക്കുന്ന പിഞ്ഞാണത്തിൽ കഴുകിയ വെള്ളം ഇപ്പോഴും നാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശിർക്ക്, അന്ധവിശ്വാസം, അനാചാരം, അനിസ്ലാമികം. അങ്ങനെയാണ് ചില ആളുകളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സംസം വെള്ളം ഇങ്ങോട്ടേറ്റി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? പുത്തമ്പള്ളി ശൈഖിന്റെ വെള്ളവും അതേപോലെ ആന്ത്രോത്ത് ദ്വീപിലെ വെള്ളവും ഒക്കെ പുരുഷയാവാനുള്ള ന്യായം എന്താ? സംസം വെള്ളം കൊണ്ടുവന്നില്ലേ? സംസം വെള്ളം കൊണ്ടുവന്നില്ലേ? അതാണ് ന്യായം. എന്തിന്? ഈ വക ആരെങ്കിലൊക്കെ തുപ്പിയിട്ട് കൊടുത്ത വെള്ളം, ആ വെള്ളപ്പല്ല, അതിന്റെ ബാക്കിയായി വരുന്ന വെള്ളങ്ങള് അത് കൊണ്ടുപോകാൻ. അപ്പൊ പല സ്ഥലത്തും പല കോലത്തില് എഴുതിയും മറ്റുമൊക്കെ ഇവര് വെക്കുന്നുണ്ടെന്നും കൂടി മനസ്സിലായി. ആന്ത്രോത്ത് ദ്വീപാനായ ഏൽപ്പിക്കാൻ കുറച്ച് സോദരികളുടെ ദ്വീപ. അപ്പൊ അവിടെയാണ് ഷെയ്ഖിന്റെ ഒരു പൈസ വെച്ചത്. പുത്തമ്പള്ളി അങ്ങനെ പോയി, അത് ഓയ്ക്ക് വന്നിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഇങ്ങനെ പലരുടെയും അവശിഷ്ടങ്ങൾ, ആസാറുകൾ ഈ രൂപത്തില്
അത് പോലും സമുദായത്തെ കൊണ്ട് കൊണ്ടുപോയിച്ച് അതിന്റെ പേരിലും പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നല്ലേ മനസ്സിലാകുന്നത്. ഇനി പുത്തമ്പള്ളി വെള്ളം എങ്ങനെ ഉണ്ടായത്? അവർക്ക് കേസറ്റ് ഉണ്ട്, ഡോക്യുമെന്ററി ഉണ്ട്, അവര് പറഞ്ഞോട്ടെ, നമുക്കറിയാൻ സംഭവം എന്താണ്, എന്നാലും അവർ വിശദീകരിക്കട്ടെ വെള്ളം എങ്ങനെ വന്നു. ഹജ്ജിനായി മക്കത്തേക്ക് പോകുവാനായി വലിയൊരു ആദത്തെ അല പൊങ്ങി മറിഞ്ഞിടുന്നേ. ആഗ്രഹം ജനിച്ചപ്പോൾ മുസ്ലിം നാട്ടുകാർ ആ കാര്യം ഉടൻ തന്നെ ഉണർന്നിക്കുന്നേ. പോകരുതെന്ന് കരഞ്ഞ് പറഞ്ഞ് പോയാൽ കുടഞ്ഞ് പാവപ്പെട്ട ഞങ്ങൾ കെണിയുന്ന സമയത്ത് സഹായിക്കാൻ ഞങ്ങൾക്കാരും ഇല്ലല്ലോ ആരും തന്നെ. മഹബൂബരെ കരയുന്ന ജനത്തിന്റെ അപേക്ഷയിൽ മുഴുകുമ്പോൾ വല്ലാതെ മനസ്സിന്റെ താളം തെറ്റുന്നേ. ഹജ്ജിനായി മക്കത്തേക്ക് പോകുവാനായി വലിയൊരു ആദത്തെ അല പൊങ്ങി മറിഞ്ഞിടുന്നേ. ആഗ്രഹം ജനിച്ചപ്പോൾ മുസ്ലിം നാട്ടുകാർ ആ കാര്യം ഉടൻ തന്നെ ഉണർത്തിക്കുന്നേ. തന്നെ സ്നേഹിക്കുന്ന, തന്നെ മാത്രം ആശ്രയിക്കുന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് മുന്നിൽ ശൈഖ് അവർകൾ ചഞ്ചലചിത്തനായി പോയി. അവരുടെ സ്നേഹത്തിന് തന്റെ സാമീപ്യം മാത്രം കൊതിക്കുന്ന അവരുടെ നിഷ്കളങ്കമായ നിർബന്ധത്തിന്റെ മുന്നിൽ എന്ത് ചെയ്യണമെന്ന് മുസ്ലിയാർ പലവരും ആലോചിച്ചു. അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ശൈഖ് അവർകൾക്ക് അള്ളാഹു ഒരു വഴി കാണിച്ചു കൊടുത്തു. നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ചു വരുത്തി ശൈഖ് അവർകൾ ഒരു പാത്രത്തിൽ നിറയെ വെള്ളമെടുത്ത് മന്ത്രി ചൂതിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: വിഷമങ്ങളൊട്ടും കരുതിയിടണ്ട, വെറുതെ മനസ്സാകം പുണ്ണാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാവും പകലും പൊരിഞ്ഞിടണ്ട. വിഷമങ്ങളൊട്ടും കരുതിയിടണ്ട, വെറുതെ മനസ്സാകം പുണ്ണാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാവും പകലും പൊരിഞ്ഞിടണ്ട. ഈ വെള്ളം പള്ളി കിണറ്റിലേക്ക് ഇപ്പോൾ തന്നെ കൊണ്ടുപോയോരിക്ക്, ഈ ജലം മാത്രം മതി നിങ്ങൾക്ക്, ഇറയാവൻ ശിഫയേറെ ചൊരിയും ഹക്ക്. വിഷമങ്ങളൊട്ടും കരുതിയിടണ്ട, വെറുതെ മനസ്സാകം പുണ്ണാക്കണ്ട, ഞാനില്ലെന്നോർത്ത് വ്യസനിക്കണ്ട, രാവും പകലും പൊരിഞ്ഞിടണ്ട. പെരുമ്പടപ്പ് പള്ളിയുടെ തൊട്ടടുത്തുള്ള കിണറ്റിൽ ഈ ജപിച്ച വെള്ളം ഒഴിക്കുക. പരമകാരുണികനായ അള്ളാഹു ഞാൻ മൂലം നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ കിണറിലെ വെള്ളം എടുത്ത് ഉപയോഗിക്കുക. ഏത് വിഷബാധ ഏറ്റവർക്കും ആ ജലം കൊണ്ട് ശിഫ കിട്ടും. എന്റെ സാന്നിധ്യം ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ഏത് പ്രദേശത്ത് പോയാലും ആ ഗുണം അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ്. കുഞ്ഞ് അഹമ്മദ് മുസ്ലിയാർ ആ വർഷം തന്നെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. കിണറ്റിലെ ജലം ദിവ്യൌഷധമായി ഒടിക്കിതച്ചെത്തുന്നോർക്കെല്ലാം പൂങ്കുളിരായി, വിഷമേറ്റി തളർന്നോർക്കാശ്രയമായി ഏറ്റവും വിശുദ്ധിയിലെന്നും നിലനിൽക്കയായി. അപ്പൊ കണ്ടോ എന്താ പറഞ്ഞത്? വെള്ളം മന്ത്രിച്ച് ക്ലാസ്സിലാക്കി പള്ളിക്കഞ്ച് കൊണ്ട് ചോദിച്ചു. അല്ല മൂപ്പരെ പോകാനായിക്കില്ല ഖുറാഫികളൊക്കെ പാടെ. ഹജ്ജിന് പോകുമ്പോഴേ മൂപ്പർക്ക് ഹജ്ജിന് പോകണം പോലെ വിടുന്നില്ല, പോകാൻ പറ്റൂല. പിന്നെ ഓലെ പറ്റിക്കതേ വഴിയുള്ളൂ. അപ്പൊ എന്തേലും വെള്ളം ഒഴിച്ചത് കുടിച്ചോളൂ, ഞാൻ പോയിക്കോളാറ്. അങ്ങനെ മൂപ്പർക്ക് കഴിച്ചതായി ഒന്ന് അത് കുടിച്ചാ മതിന. പക്ഷെ ആ പുത്തമ്പള്ളി ശൈഖ് അവസാന കാലത്ത് സുഖമില്ലാതെ ഒരു മാസക്കാലം കട്ടിലുമ്മ കിടന്ന് കാല് മടങ്ങി നിവർത്താൻ കഴിയാതെ, കക്കൂസിലേക്ക് പോലും പോകാൻ കഴിയാതെ, നിസ്കരിക്കാൻ പോലും കഴിയാതെ അവിടെ കിടന്ന് വഫാത്തായി. വെള്ളം കൊണ്ട് കാര്യം ഉണ്ടായില്ല. പിന്നെ കാലിളക്കിയത് എപ്പോഴാ? കബർക്കച്ചപ്പോഴാ. കബർക്കിച്ച് മൂടൽ കളിക്കുമ്പോ എന്നെ കുഴിച്ചിട്ടല്ലോ എന്നും പറഞ്ഞിട്ട് കാലിളക്കി പക്ഷെ കൂടെ കുഴിച്ചിട്ടു. ഇനി മൂപ്പര് ആവശ്യമില്ല, വെള്ളം വേണ്ടല്ലോ, ഇന്ത്യയിൽ നിന്ന് കിട്ടിയാൽ മതി, പിന്നെ മൂപ്പര് നമുക്ക് ആവശ്യമില്ല. ആ വെള്ളം ഇപ്പോഴും കുപ്പിയിലാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. തെളിവെന്താ? സംസം വെള്ളം കൊണ്ടുവരുന്നില്ലേന. എന്റെ റസൂലുള്ളാഹിന്റെ കാലത്ത് റസൂൽ വഫാത്താകുമ്പോ സ്വഹാബിയോട് പറഞ്ഞ, സ്വഹാബിയുടെ ഞാൻ ഒരു കാര്യം ചെയ്യും, വെള്ളം കൊണ്ടുപോയി കാലാകാലത്തേക്ക് ഞങ്ങൾക്ക് വഴി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് ഒരു വെള്ളമെടുത്ത് അവിടെ ഹൗദിലോ മറ്റോ ഒഴിച്ചു കൊടുത്തിട്ട് നീ ഞാൻ സ്വസ്ഥായിട്ട് പോകാ, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ഇത് മതി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ലോകത്ത് ആധികാരികരായ ഏതെങ്കിലും ഒരു ഇമാമിന്റെ പേരിൽ ആ രൂപത്തിൽ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്വഹാബത്തോ താബികളോ ചെയ്തതായി കാണുന്നില്ല. ഇവരും ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, ഇവര് പറഞ്ഞ് ഒപ്പിച്ചുണ്ടാക്കിയില്ല. അപ്പൊ ഈ രൂപത്തിൽ എന്തും ഏതും വരുമാന മാർഗമാക്കി മാറ്റാൻ നോക്കുക എന്നതുകൊണ്ടാണ് ഇത്തരം രീതികളൊക്കെ ഇവര് സമുദായത്തിന് പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പാടില്ല എന്ന് പറയുന്നതാണ് വഹാബികൾ ചെയ്ത തെറ്റ്.
വഹാബി ആയാ പിന്നെ ഇതൊക്കെ മുടങ്ങും. അതാ മൂലയന്മാരെ വഹാബികളെ വഴുതേക്കാൻ പാടില്ല, ഓരോ വള്ളിയിൽ പോകാൻ പാടില്ല, അവിടെ പോയാൽ പഴച്ചു പോകും. ശരിയാണ്. സാധാരണക്കാര് വഹാബികളെ വഴുത് കേട്ടാല് പിഴവാർക്കാ മൂലയന്മാർക്കാ, പിഴവ് പോയവർക്കല്ല മൂലയന്മാർക്കാ പിഴവ്. കാരണം പലരും വഹാബിക്ക് വന്നതോടുകൂടി മൂലയന്മാര് പട്ടിണിയായി. ഓരോ വീട്ടിൽ ആ കാര്യമായിട്ട് വല്ലതും തടഞ്ഞിരുന്നത് ഓരൊക്കെ പോരാ, അവരൊക്കെ മാറുകയാ. പല പ്രഗത്ഭന്മാരും മാറിക്കൊണ്ടിരിക്കുക, വലിയ വലിയ മുതലാളിമാരില്ലാത്തവരൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ ആ ഒഴുക്ക് തടയണമെങ്കിൽ ഏതെങ്കിലും നിലയ്ക്ക് വഹാബികളെ ഇല്ലാതാക്കുന്നല്ലാതെ മറ്റു വഴിയൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ഇളക്കി വിടാൻ ഈ കാണുന്നതിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വഹാബികള്. നമ്മൾ മരിച്ചാലും കൂടി തിരിഞ്ഞു നോക്കൂല. മരിച്ചാൽ കാണുന്ന സാധാരണക്കാർക്കും കുറച്ചും കൂടി താല്പര്യ വിഷയം പിന്നെ അതാ. ബാക്കിയൊക്കെ നിൽക്കുന്നതുമായും സ്വലാത്തൊന്നും ഇല്ലാതെ പറഞ്ഞാലും ആളുകൾക്ക് അറിയാതൊക്കെ ഉണ്ട്. അപ്പൊ മരിച്ചോടത്ത് ഇവരൊക്കെ കാട്ടിനെ പോലെ ഒരു റെഡിമെയ്ഡ് ദുആ പോലെ വഹാബികൾ ഉണ്ടാക്കുന്നില്ല. സാധാരണ നമ്മുടെ പ്രദേശമൊക്കെ മരിച്ചാല് ഡ്യൂപ്ലിക്കേറ്റ് ബുഖാരിയോ അയാൾ അഞ്ചന്മാരോ മറ്റാളുകളൊക്കെ വന്നിട്ട് ഒരു 5000-10,000 ഫീസും വാങ്ങിയിട്ട് ഒരു റെഡിമെയ്ഡ് പാത്രം നടത്തി കൊടുക്കാറുണ്ട്. എന്നാ വഹാബികൾ മരിച്ചാല് ഓരോ വലിയ കാര്യപ്പെട്ട ശൈഖന്മാര് വന്നാൽ പോലും ആ നിലയ്ക്കുള്ള കാട്ടിക്കൂട്ടൽ അവിടെ കാണലില്ല. സംഗതി ഓരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, വഹാബിയാക്കാ പ്രാർത്ഥന ഉള്ളത്. 100 ആള് വന്നാൽ 100 ആളും പ്രാർത്ഥിക്കാം, മറ്റത് എല്ലാവരും പ്രാർത്ഥിക്കണില്ല. അപ്പൊ ഇങ്ങനെ ഈ രംഗത്ത് പുറത്തേക്കുള്ള ഈ പ്രാർത്ഥന വഹാബികളിൽ കാണുന്നില്ല എന്നതുകൊണ്ട് അത് നമുക്ക് പിടിക്കാൻ പറ്റിയ വകുപ്പാണ് എന്ന് കരുതി മുസ്ലിയാക്കന്മാർ അതും അതുപോലെയുള്ള ഭാഗങ്ങളും വെച്ചുകൊണ്ടെങ്കിലും വഹാബികളിലേക്കുള്ള ജനങ്ങളുടെ വരവില്ലാതാക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. പണ്ടേ നമ്മുടെ നാട്ടിൽ പണ്ട് വഹാബികൾ മരിച്ച എന്താപ്പോ ഒരു കൂട്ടുംവയ്പ്പില്ല. മുമ്പ് മുത്തന്നൂർ പള്ളിക്കേസുണ്ടായി. മുല്ലാക്ക മരിച്ചു. മുല്ലാക്ക നല്ല സുന്നിയ. അയാളെ മകൻ വഹാബി ആയതുകൊണ്ട് മറവ് ചെയ്യാൻ പറ്റൂല, വാപ്പാന മയ്യത്ത്. അങ്ങനെ 4-5 ദിവസം മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുനടന്നു. അവസാനം കോടതി വിധി വന്നിട്ടാണ് ആ മയ്യത്ത് കബറടക്കിയത്. അന്ന് കോടതിയിൽ കേസ് വാദിച്ച മഞ്ചേരിക്കാരും വക്കീല് അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവില് ആ കേസിലെ വിശദാംശങ്ങളെല്ലാം 50ഓളം പേജിലായി അദ്ദേഹം അത് എഴുതി രേഖപ്പെടുത്തി അച്ചടിച്ച് അദ്ദേഹം വിതരണം ചെയ്തിട്ടുണ്ട്. കൃത്യമായ ആ കേസ് ഇന്നും പഠിക്കാൻ നമുക്ക് കിട്ടും. അതിനെപ്പറ്റി അവസാന മൂലമാക്കി പരാജയമായി മയ്യത്ത് മറവ് ചെയ്യേണ്ടി വന്നു. മൂലമാർ എപ്പോഴും പറയുന്നത് വലിയൊരു മയ്യത്തേറ്റ് ഇങ്ങനെ വില ഒച്ചമ്പാളൊന്നുമില്ല, കൂട്ടുംബീപ്പൊന്നുമില്ല. അപ്പൊ എന്താ സംഘടന നിങ്ങളെ കൊണ്ടുവരണേ? അത് മയ്യത്താണ്. എന്താ ഇപ്പൊ കട്ടുകൊണ്ടിരാന്നാ ഞാൻ വയസ്സിന്റെ കമാൻഡ് കട്ടുകൊണ്ടിരാണോ എന്തേലും ഉണ്ടാകൊണ്ടിരുന്നത്? അപ്പൊ ആ രൂപത്തിൽ പരിഹസിക്കാം പഴയ കാലത്ത് പറഞ്ഞിരുന്നു. പക്ഷേ സലഫികൾ വഹാബികള് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തി ഇസ്ലാമിന്റെ പ്രമാണം എന്ത് പഠിപ്പിക്കുന്നു, മുൻഗാമി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എന്ത് പഠിപ്പിക്കുന്നു. പക്ഷേ ഇപ്പോഴും അത്തരം പ്രചാരങ്ങൾ മുജാഹിദിനെ എങ്ങനെ നമുക്ക് ഇവിടുന്ന് ആളുകളെ മനസ്സിന്ന് ഒരു മതിപ്പില്ലാതാക്കി മാറ്റാം എന്ന ഒരു ചിന്ത കൊണ്ട് ഇപ്പോഴും ഇത്തരം പ്രചാരങ്ങൾ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. പത്തപ്പരിയ മുസ്ലിയാർ പറയും, ദിക്റുല്ല, ഖുർആനുള്ള ഓത്തുമില്ല. ഞാൻ സാധാരണ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കുന്നതും അയാളെ വീട്ടിൽ 25 ലിറ്റർ കറവ് തരുന്ന ഒരു പശു ചാകുന്നതും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അബൂബക്കർ ഹാജി ഇങ്ങനെ മരിച്ചാൽ എന്താ ഉണ്ടാവുക? അയാളെ മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേ. ഒരയാളെ പശു ചത്താലോ അത് പുറത്തിങ്ങനെ ചാക്കുകൊണ്ട് മൂടിയിട്ടുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്, ഇയാളെ മയ്യത്തിന്റെ അടുത്തൊരു മകൻ ഇരിക്കുന്നുണ്ടാവും. ആരെങ്കിലുമൊക്കെ വന്നാൽ ഈ കേടുവന്ന ഫിയറ്റ് ടിക്ക് പൊന്തിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തിച്ചു കൊടുക്കും. ഈ പെരുന്നാൾ മയ്യത്തിന് മുഖത്തേക്ക് നോക്കി LP സ്കൂളിലെ കുട്ടികൾ മൃഗശാലയിൽ പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരെങ്ങനെ നോക്കുകയും ചെയ്യും. ആണ് താത്തും ഇയാൾ തിരിച്ചും പോകും. മയ്യത്തിനും കാര്യമല്ല, കണ്ടാക്കും കാര്യമല്ല. ദിക്റില്ല, ഖുർആനത്തിലോ ഒന്നുമില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും, വല്ലാത്ത മനുഷ്യൻ കേട്ടോ, വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു, പരോപകാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാനാ പെട്ടെന്ന് മരിച്ചുപോയി, പടച്ചോന്റെ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയും അല്ലേ. ഇനി നോക്കിക്കോ, പശു ചത്താണ്ടാണ്ട അവസ്ഥ. 25 ലിറ്റർ കറവ് തന്നിരുന്ന പശുവാണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും. സീത ചേച്ചി വരും, ഗോപാലൻ വരും, അബൂക്കർ വരും. വന്നിട്ട് ഓഹോ കിടക്കുന്നത് കണ്ടില്ലേ,
നല്ല സൈസായിരുന്നു കേട്ടോ അല്ലേ. 10-20 വർഷമായില്ലേ തീറ്റിപ്പോറ്റുന്ന്. 25 ലിറ്റർ പാല് തന്ന പശുവാ. നല്ല ഇണക്കമാണ്, പതിയെ പിടിച്ച് കറക്കാം. ഇതിന്റെ ഒക്കെ പാല് മോരാക്കി എത്രയാ ഞാനൊക്കെ കഴിച്ചത്. ഇന്നലെ കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ. എന്ത് ചെയ്യാനാ, റബ്ബർ പാല് കുടിച്ചുപോയി. പടച്ചോന്റെ വിധി. ഈ മരിച്ച ആജിയാരും ഈ ചത്ത പശു തമ്മിൽ എന്ത് മാറ്റാനുള്ളത് ആലോചിച്ചു നോക്ക്. ഇനി മയ്യത്ത് എടുക്കുമ്പോ എന്താ ഉണ്ടാവുക? ഈ പശു ആണെങ്കിൽ പതിയെ ചാക്ക് എന്നാ എടുക്കുക, പതുക്കെ കൊണ്ടുപോകും, ഒന്നും പറയൂല, കൊണ്ടുപോയിട്ട് കുഴിച്ചു. സുന്നികളാണെങ്കിലോ എടുക്കല്ലേ, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഖബറിലേക്ക് ഇങ്ങനെ പോകുന്ന, ഇന്ന് പോകുന്നത് നീയാണ്, നാളെ വരേണ്ടവൻ ഞാനാണ്, ഞാനും മരിക്കേണ്ടവനാണ്. ഇന്നലെ നീ പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് നടന്നവനാണ്, ഇന്ന് മയ്യത്ത് കട്ടിലകപ്പെട്ടില്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോരന്തരീക്ഷത്തിലെ പോക്ക്. പകരം സുന്നിയല്ലാത്ത മുജാഹിദാണോ ഇവന്റെ മയ്യത്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്? മുറിച്ചിട്ടിരിക്കുന്ന തേക്കിന്റെ കുറ്റി മില്ലിലേക്ക് എടുക്കുന്ന ലാഘവത്തോടെ അല്ലേ. മരം മുറിച്ചിട്ട മില്ലിലേക്ക് എടുക്കാൻ എങ്ങനെ? അവിടെ പിന്നെയും ദിക്റ് ചൊല്ലും, കലാസികൾ വന്നിട്ട് അങ്ങനെയൊക്കെയാണ്. ഇതൊന്നും ഇല്ല. അതേസമയത്ത് നിലമ്പൂര് ഫോറസ്റ്റിന്റെ ഉള്ളില് ഫോറസ്റ്റ് അധികൃതർ കാണാതെ നല്ല തേക്കിന്റെ തടികൾ അത് പുഴയിലേക്ക് ഇറക്കുന്ന പോലെ മിണ്ടാതെ പതുക്കെ കൊണ്ടുപോലെ ഇടുക്ക ശവം പതുക്കെ എടുക്കുന്നു, പതുക്കെ കട്ടുകൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നു. ഉമ്മമാര് ചിന്തിച്ചോ, എത്ര സങ്കടകരമായ അവസ്ഥയാണ്. മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു പ്രാർത്ഥന കിട്ടാൻ, മരിച്ച് കബറും പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഒരു ചത്ത കോഴിക്കുഞ്ഞിനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടിങ്ങി പോരുകയല്ലേ. സുന്നികളാണെങ്കിലോ കൊണ്ടുപോയിട്ടെങ്കിൽ മറമാടിയിട്ട് പോരാൻ തോരണില്ല. പിന്നെയും തസ്ബീഹ് ചൊല്ലി, പിന്നെയും മണ്ണ് വാരിയിട്ട്, പിന്നെയും നിശാങ്കല്ല് കുത്തി, പിന്നെയും വെള്ളം ഒഴിച്ചു, പിന്നെയും ചെടി കുത്തി വെച്ചു, വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നു. യാ അബ്ദുല്ലാഹ് ഇവനമത്തില്ല തുടങ്ങിയതാ ജാക്കൽ മലക്കാൻ അങ്ങനെ തുടങ്ങിയിട്ട് വല്ലാതെ തലക്കീൻ ഒതുക്കൊടുത്തോ. അത് കഴിഞ്ഞിട്ടും പോരാ തോന്നുന്നില്ല. ഫാത്തിഹ, വീണ്ടും പ്രാർത്ഥന തന്നെ. അപ്പൊ കണ്ടോ, ഇതാ വ്യത്യാസം. അപ്പൊ എന്തൊരു സങ്കടാണ്. മകളെ തലക്കീനില്ല, അവിടെ അൽഫാത്തിഹല്ല, എന്തൊരു സങ്കടാണ് അമ്മമാരെ. കാരണം എന്താ, മയ്യത്തുണ്ടാവുമ്പോ എന്താ ചിന്ത പറഞ്ഞത്? ഇന്ന് മരിച്ച് നാളെ പാരാ മരിക്കാന്ന് മോലയമാർ ചിന്തയത്. മയ്യത്തിന് പിന്നാലെ പോകുമ്പോ മോലയമാർ ആലോചിക്കാം, ഇന്നിപ്പം ബന്ധു കിട്ടി, നാളെ പാരുതാന്ന്. കച്ചേരിപ്പടി പള്ളിയിൽ മുസ്ലിയാര് വയത് പറഞ്ഞു. ഞാനിവിടെ അവസ്ഥ മുദരിസായി ചാർജ് എടുക്കുമ്പോ എന്നോട് പറഞ്ഞെന്താ, റാത്തീബ് ഉണ്ടാവും, കുത്തുബിയത്ത് ഉണ്ടാവും, മദ്ദാദ് ഉണ്ടാവും, മൗലിദ് ഉണ്ടാവുന്ന. ഇവിടെ മരിച്ചിട്ട് 4 മാസമായി. ഇവിടെ ഒരുത്തം മരിച്ചിട്ട് 4 മാസമായി, പിന്നെ എങ്ങനെയാ ഇവിടെ നിൽക്കുക? അതാണ് മൂപ്പര് പറഞ്ഞത്. എന്തൊരു സങ്കടാണ്. തലക്കീനില്ല, അൽഫാത്തിഹല്ല, ആ വകയൊരു ഏർപ്പാടും ഇല്ലാതെ ഈ തേക്ക് കെട്ടുകൊണ്ടോണ പോലെ കൊണ്ടുപോകല്ലേ. മൗലയമാര് പറയണില്ല, ഓലെ വിളിക്കണില്ല, ഓൽക്കൊന്നും കൊടുക്കണില്ല, യാതൊരു ഒച്ചപ്പാടും ഇല്ല. ആ വിഷമാ പറയണത്. എന്തുകൊണ്ട് മുജാഹിദീകൾ ഇങ്ങനെ ചെയ്യുന്നു? അതാണ് അന്വേഷിക്കേണ്ടത്. എന്താ മുജാഹിദീകൾ കൊണ്ടുപോകുമ്പോ ഒരു ചെല്ലിയാല് നാവിന് വല്ല അബദ്ധം സംഭവിക്കുമെന്നത് കൊണ്ടാണോ? അല്ല, പിന്നെന്തേ? എന്തുകൊണ്ട് ചൊല്ലുന്നില്ല? മുമ്പ് ഇവിടെ പലപ്പോഴും ഗണ്ണനം നടന്നപ്പോ കൃത്യമായി വായിച്ച് വിശദീകരിച്ചു. അവസാനം ഹംസക്കോയ കവി ഓർമ്മ ഉണ്ടാവും, പണ്ട് പണ്ട് മുങ്ങിയില്ല, അവനെ വന്നിട്ടില്ല. അയാൾ പറഞ്ഞ എന്താ, വഹാബിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെല്ലിക്കാട് മയ്യത്തുണ്ടോകുമ്പോ. അതാ നമ്മൾ അന്നും പറഞ്ഞ ധൈര്യമുണ്ട്, ചെല്ലും. പക്ഷെ എന്ത് വേണം? തെളിവ് കാണിച്ചു. റസൂലുള്ള ഏത് സ്വഹാബത്തിന്റെ മയ്യത്തുണ്ടോകുമ്പോഴാ ചൊല്ലിയത്? അല്ലെങ്കിൽ എവിടെ ചെല്ലാനാ പഠിപ്പിച്ചത്? ഏത് ഹദീസിലെ അധ്യാപനം വന്നത്? കാണിച്ചെന്നാ മതി. ചൊല്ലാൻ തയ്യാറാണ്, ഒരു പ്രശ്നമില്ല. അതില്ലാത്തോണ്ടാ ചൊല്ലാത്തത്. അത് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണ്, അത് പുത്തൻവാദമാണ്, അത് ബിദ്അത്താണ് എന്ന് ഇമാമികളെ കിതാബ് പോലും ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദീൻ എല്ലാ സ്ഥലത്തും പറയുന്നു, വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ചൊല്ലാത്തത്. അന്ന് പറഞ്ഞു മുജാഹിദീങ്ങൾക്ക് കിതാബ് തിരിയില്ല, ഒരു ബുക്ക് വായിച്ചു മാറിയില്ല.
കിതാബ് ഓൽക്കറിയില്ല, അതുകൊണ്ട് ഓൽക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പൊ മുസ്ലിയാക്കന്മാരും പറയാൻ തുടങ്ങി. ശ്രദ്ധിക്കുക നിങ്ങള്. റഹ്മത്തുള്ളാഹി ഖാസി പറയട്ടെ, എന്താ വേണ്ടത് കൊണ്ടുപോകുമ്പോ എന്നിട്ട് ആലോചിക്കുക ആയതാണ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് പറയാൻ പറ്റിയത് എന്ന് ആണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം, ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകളും പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാരെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാ. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം. ഏറ്റവും അഫ്ളൽ എന്താണ്? മിണ്ടാതെ പോകലാണ്. ഏറ്റവും അഫ്ളൽ മിണ്ടാതെ പോകലാണ്. ആര് ചെയ്തു? മാ കാന അലൈഹി സലഫുകൾ ചെയ്തത്, സ്വഹാബിമാർ ചെയ്തത്, താബിഈകൾ ചെയ്തത്. ഏതുപോലെ? പത്തപ്പിയത്തിന്റെ വാശി പറഞ്ഞാല് തേക്കും കുട്ടി കെട്ടുകൊണ്ട പോലെ തന്നെ പോലും പോയത്. അവരങ്ങനെയാ പോയത്. അതുകൊണ്ടാ വഹാബികൾ അങ്ങനെ പോണത്. മയ്യത്ത് കക്കണപടി വഹാബിയാക്കല്ല, കാരം ദൂരാക്കാൻ തെളിയിച്ച് പതാ കക്കണ ഏർപ്പാട് പോയിക്ക വില പറഞ്ഞു നോക്കുക, കിട്ടിയില്ലെങ്കിൽ കട്ടുകൊണ്ടുക. അപ്പൊ നമുക്കെന്നെ ആവശ്യമില്ല, മിണ്ടാതെ കൊണ്ട് ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ട് മിണ്ടാതെ പോകുന്നു? സലഫുകൾ പോയത് അങ്ങനെയാണ്, സ്വഹാബത്ത് അങ്ങനെയാണ്, താബിഈകൾ അങ്ങനെയാണ്. മയ്യത്തിനെ കൂടെ മിണ്ടാതെ പോകും. അതാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം. ഇന്ന് അങ്ങനത്തെ ശൈലി ഇല്ലാന്നാ ഖാസിമി പറഞ്ഞത്. അപ്പൊ ആ ശൈലി സ്വീകരിക്കുന്നവനുണ്ട്. ആ ഉള്ളവൻ ആക്ഷേപിക്കാൻ മറ്റവന് പശുവത്തെ പോലെയാണ്, കോഴിയത്തെ പോലെയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. എന്നിട്ട് ഈ സലഫിന്റെ പാത, സ്വഹാബത്തിന്റെ താബിഈകളുടെ അടക്കമുള്ള സലഫുകളുടെ മുൻഗാമികളുടെ ഈ പാത സ്വീകരിച്ച വഹാബികള് ഒരു പുത്തൻവാദിയാണ്. അതൊക്കെ ഒഴിവാക്കി പുത്തൻവാദം കൊണ്ടുവന്ന ആളുകള് ഖാസിമിനോ മയ്യത്തിനെ കൂടെ പോകുമ്പോ ചിരിച്ചുകൊണ്ട് പോകാം. മോലേമാരെ പറ്റി അന്ന് മരിച്ചു, നാളെ ഞാരാ, അതാണ് തിരിച്ചു കൊണ്ടുപോകുക. അതല്ലേ അർത്ഥം? എന്നിട്ട് ഓരോ സ്വഹാബികളെ സ്നേഹിക്കുന്നവര്, ഓരോ ബദരീങ്ങളെ സ്നേഹിക്കുന്നവര്, ഓരോ മുൻഗാമികളെ പാത സ്വീകരിക്കുന്നവര് നമ്മളൊക്കെ പുത്തൻവാദികള്. എന്താ കാരണം? സലഫുകൾ പോയപ്പോലെ നമ്മൾ പോയി, അതുകൊണ്ട് നമുക്കൊരു സ്നേഹമില്ല. സലഫുകൾ ചെയ്തതിന് വിരുദ്ധമായി ഇവർ ചെയ്തു, അതുകൊണ്ട് ഇവർക്ക് എന്തുണ്ട്? ഒരു സ്നേഹമുണ്ട്. ഇതല്ലേ വെച്ച് തീർക്കണത്? പറയുന്നുണ്ട് വഹാബികളുടെ ശൈലി സ്വഹാബികളുടേതല്ല, വഹാബികളുടെ രീതി മുൻഗാമികളുടേതല്ല. പിന്നെ സുന്നിയാളുടെയാണ്, ഏപ്പിക്കാരുടെയാണെന്ത്? മുൻഗാമികളുടെ വഴി. ഒന്ന് നമുക്ക് തെളിഞ്ഞല്ലോ. ഖാസിമിന്റെ വർത്തമാനവും അതേപോലെ പത്തപ്പിയത്തിന്റെ വിശദീകരണങ്ങളും കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലായി ആ വിഷയത്തിൽ ആർക്കാ മുൻഗാമികളെ പാടുള്ളത്. മുസ്ലിം പറയട്ടെ, പത്തപ്പിയ മുസ്ലിം പറയട്ടെ, അവരുടെ മാതൃക സ്വഹാബിമാരും താബിഈകളുമാണ് എന്ന അവരുടെ ന്യായം പറയട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി പിന്നെയും കാണിച്ചു തരാം. നിങ്ങൾ ഫോളോ ചെയ്യുന്നതും പിൻപറ്റുന്നതും ബ്രിട്ടീഷുകാരെയാണ്, അള്ളാഹുവിന്റെ റസൂൽ സ്വാബത്തിനെയല്ല. നിങ്ങൾ പിൻപറ്റുന്നത് ബ്രിട്ടീഷുകാരെയാണ്. ബ്രിട്ടീഷുകാരെ ഇലനക്കികളും ചിറുനക്കികളുമായി കഴിഞ്ഞ മുൻകാലത്തെ മൗലവിമാർ, KM മൗലവി, വക്കം മൗലവി, അങ്ങനെ തുടങ്ങി TK മൗലവി, ആ മൗലവിമാരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങളോ ബഹുമാൻ സിദ്ദീഖുൽ അക്ബർ, ഉമർ ഫാറൂഖ്, അലി ബിൻ അബി ത്വാലിബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹും വറഫഅനാ ബിഹിം ആമീൻ, ഇതുപോലുള്ള മഹാന്മാരെയാണ്.
അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ വല്ല സമ്മേളനം നടക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കൽ എങ്ങനെ? നമ്മളെ നേതാക്കന്മാരെ പേരാ എങ്ങനെ വിളിക്കല്? ഖൂലൂ തക്ബീർ അല്ലാഹു അക്ബർ, ഹമാരാ തക്ബീർ അല്ലാഹു അക്ബർ. പിന്നെ നമ്മൾ വിളിക്കുന്നത് ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉഹുദിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഞങ്ങളെ മുദ്രാവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലിപുലി ഹംസത്തു ഉസ്മാനും, അലിപുലി ഹംസത്തു ഉസ്മാനും സിദ്ദീഖ് ഉമറുൽ ഫാറൂഖും കൊളുത്തി തന്നൊരു ദീപശിഖ തലമുറ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കും. നമ്മളെ മുദ്രാവാക്യതാ. എന്താ പറഞ്ഞത്? അപ്പൊ ഓരാണ് സലഫിനെ പിൻപറ്റുന്നവർ, ഓരാ സ്വഹാബത്തിനെ പിൻപറ്റുന്ന തെളിവെന്താണ്? നമ്മൾ സമ്മേളനത്തിന് മുദ്രാവാക്യം വിളിക്കലുണ്ട്. സമ്മേളനം നടത്തുമ്പോ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കലുണ്ട്. ബദരീങ്ങളുടെ പേരില്, ഉഹദീങ്ങളുടെ പേരില്, സഹാബിയുടെ പേരില്. അതുകൊണ്ട് ഞങ്ങളാണെന്ത് ഓലെ പിൻപറ്റുന്നവര്. വഹാബിയാള് ഓലെ പിൻപറ്റുന്നില്ല. അല്ല, കർമ്മം കൊണ്ടല്ല, ചെയ്തി കൊണ്ടല്ല. മുദ്രാവാക്യം വിളിക്കുമ്പോ ഓലൊക്കെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കലുണ്ട്. അവർ ഞങ്ങളാണ് ഓലെ പിൻപറ്റുന്നവർ. എന്നാല് അതും മാറ്റി ഇപ്പൊ മുദ്രാവാക്യത്തിന് പോലും ഓലെ പേര് പറയണില്ല, മുദ്രാവാക്യങ്ങളിൽ പോലും ഓലെ പേരില്ല. എന്ന് മാത്രമല്ല, യഥാർത്ഥത്തില് ഈ വക മുൻഗാമികള്, ഈ വക ബദരീങ്ങളും മുഹദീങ്ങളും അടക്കമുള്ള ഈ വക മുൻഗാമികള് അവരെ പേര് പറയാൻ പോലും ധാർമ്മികമായ അവകാശമില്ലാത്തവരായി ഇവര് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതുവരെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനൊക്കെ താല്പര്യം ദീനല്ല, പരലോകരക്ഷയല്ല. ബദരീങ്ങളുടെ പേരിലും ഉഹദീങ്ങളുടെ പേരിലും മുദ്രാവാക്യം വിളിക്കുന്നുവെങ്കിൽ അവിടെയും താല്പര്യം ബദരീങ്ങളോടും മുഹദീങ്ങളോടുമുള്ള സ്നേഹമല്ല, ബഹുമാനമല്ല, ആദരവല്ല. നേരെ മറിച്ച് അതിന്റെ പേരിലും അവർക്ക് നേടാൻ ഒരുപാട് നേട്ടങ്ങൾ, ഭൗതികമായ താല്പര്യങ്ങൾ, അതാണ് പ്രചോദനം. അല്ലാതെ ബദരീങ്ങൾ ഓലിക്കുന്നത് ബദരീങ്ങൾ പറഞ്ഞിട്ട് ഖുർആന് വലിച്ചു ചെയ്തിട്ട് ഓട്ടടിച്ച മനുഷ്യന്മാര് ഓലിക്ക് എന്താ ബദരീങ്ങള്, അവർക്കെന്താ ഉഹദീങ്ങള്, അവർക്കെന്താ അബൂബക്കർ സിദ്ദീഖ്, അവർക്കെന്താ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ കണ്ടങ്ങൾ അടുത്ത കാലത്ത് ഒരു ചവറുണ്ട്, റിസാല എന്ന പേര്. ആ റിസാലിന്റെ പരസ്യം പോസ്റ്റർ കാണാൻ സ്ക്രീനിൽ ശ്രദ്ധിക്കാം. എന്താ അതിന്റെ പരസ്യത്തെ കൊടുത്തത്? ആ റിസാലിന്റെ പരസ്യം കൊടുത്തത് കണ്ടങ്ങള്. റിസാലിന്റെ മഹത്വം എന്താ? രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വിശുദ്ധം. രക്തസാക്ഷിയുടെ രക്തത്തേക്കാൾ വിശുദ്ധം. ഏത്? ഈ സാധനം. റിസാല എന്നുള്ള സാധനം രക്തസാക്ഷികളെ ശുഹദാക്കന്മാരുടെ രക്തത്തേക്കാൾ വിശുദ്ധമാണ്. ശുഹദാക്കന്മാർ രക്തത്തിന്റെ പോലീസ് എത്ര ഹദീസിൽ വന്നത്? യുഗ്ഫറു ലഹു ഫീ അവ്വലി ഖത്റത്തി ദമിഹി എന്നാണ്. ആദ്യത്തുള്ളി രക്തം ഭൂമിയിലേക്ക് തട്ടുന്നതോടുകൂടി ഷഹീദിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. ആദ്യത്തുള്ളി രക്തം ഭൂമിയിൽ തട്ടുമ്പോൾ ഷഹീദിന്റെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടു. 7 നേട്ടമാ ഷഹീദിന്. ലിശ്ശഹീദി സബ്ഉ ഖിസാൽ എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. 7 നേട്ടങ്ങൾ ഷഹീദിന്. അതിൽ ഒന്നാമത്തെ തുള്ളി രക്തത്തോടു കൂടി പാപങ്ങൾ പൊറുക്കപ്പെടും. കുളിപ്പിക്കാൻ പോലും പാടില്ല, കുളിപ്പിക്കാൻ പോലും പാടില്ല. എന്തുകൊണ്ട്? ആ രക്തത്തോടു കൂടി, കസ്തൂരിയുടെ വാസനയുള്ള ആ രക്തത്തോടു കൂടി പരലോകത്ത് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അവിടെ വരുമ്പോ രക്തത്തിന് സുഗന്ധമുണ്ടാവും. കസ്തൂരിയുടെ സുഗന്ധം പരലോകത്ത് വരുമ്പോ അവിടെ കുളിപ്പിക്കാൻ പാടില്ല. ആ രക്തത്തേക്കാൾ വിശുദ്ധമാണ് ഏത്? റിസാല എന്ന് പറഞ്ഞ സാധനം. ഇവിടെ നാട് കാലന്തൂരികൾ കൂടി എഴുതിണ്ടാക്കി അച്ചടിച്ചപ്പെടുന്ന ഈ സാധനം ഉണ്ടല്ലോ, അത് ശ്രോതാക്കന്മാരുടെ രക്തത്തിനേക്കാളും പോലീസ് ചെയ്യണം. ഇതെങ്ങാനും ഒരു വിചിന്തനത്തിനെ പറ്റിയോ അൽമാനെ പറ്റിയോ എഴുതി വെക്കട്ടെ. നാടോ ഒന്നാകെ കുട്ടിച്ചോറാക്കൂലേ? ശ്രോതാക്കന്മാരെ തള്ളി ഓലെ കളിയാക്കി എന്നിട്ട്. അപ്പൊ ഇവർക്ക് ശ്രോതാക്കന്മാരും സ്നേഹമില്ല, അവരോടും താല്പര്യമില്ല, ഖുർആനും ബഹുമാനമില്ല, ഹദീസും ബഹുമാനമില്ല, ഇസ്ലാമിനോടും മതിപ്പില്ല. നേരെ മറിച്ച് അതൊക്കെ അവർക്കൊരു വരുമാന മാർഗമാണ്. അതൊക്കെ അവർക്ക് അവരുടെ ഭൗതികമായ താല്പര്യങ്ങൾക്ക്, നേട്ടങ്ങൾക്കുള്ള വഴിയായി അവർ ഉപയോഗിക്കുന്നുവെന്നല്ലാതെ ഓർക്ക് ഇതൊന്നും സ്നേഹം ഉണ്ടായിട്ടില്ല. ഇനി വേണി മുസ്ലിം പറഞ്ഞോട്ടെ, ബദറും ബദരീങ്ങളൊക്കെ പോലീസ, എന്തിനാ അവരൊക്കെ ഇവിടെ ത്യാഗം ചെയ്തത്, എന്തിനാ പോരാടിയത്? മുസ്ലിയാക്കന്മാർ പറയും ശ്രദ്ധിക്കാൻ. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയല്? അതെ അല്ലേ? ആണ്. അപ്പൊ അള്ളാഹ് പറഞ്ഞേക്കണം കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർ മൗലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ് അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിന് അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിം എന്നാണ് ജിബിരിലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ അബൂജാലിനെ കൊല്ല? പിന്നെ അവിടെ ബദർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാതെ അള്ളാഹുവിന് ഒന്നുമില്ലാതെ തന്നെ കഴിയൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്തേ?
അത് സുന്നിയൊക്കെ ബദർ മൗലൂദ് കഴിക്കണം, ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം, അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ അബൂജാഹിലൊക്കെ അല്ല ഇക്കണ്ട സാഹബത്തിന് എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്താ ആവശ്യമുള്ളേ? പറച്ചോരിപ്പോ എന്തായാലും കഴിയുന്നില്ല. ഇപ്പൊ നമുക്ക് കണ്ടുകൂട്ടർക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. അപ്പൊ കണ്ടങ്ങള് ഈ സ്വഹാബികളൊക്കെ ഇറങ്ങാറാക്കി എന്തിനാ? അവർക്ക് പാട്ടാടാനാണ്. ഇവർക്ക് പാട്ടാടാൻ, ഗാനമേള നടത്താൻ, പണം പിടുങ്ങാൻ, പോക്കറ്റടിക്കാൻ, അതിനാണ് അല്ല സഹാബികളൊക്കെ ഇടങ്ങാറാക്കിയല്ല. അബൂജഹലിനെ കൊല്ലാൻ അതിന്റെ ആവശ്യം അല്ലാക്കില്ല. ഇവർക്ക് പാട്ടുണ്ടാകണമെങ്കിലോ ഇവരൊക്കെ ഇടങ്ങാറാകണം. മോലേമാർക്ക് പാട്ട് പാടണമെങ്കിൽ, ഗാനമേള നടത്തണമെങ്കിൽ ഈ സഹാബികളൊക്കെ ബുദ്ധിമുട്ടണം. അബൂജഹലിനെ കൊല്ലാനോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതിന് വേണ്ടിയാണ്, അല്ലാതെ ഓരോ ഇസ്ലാമിന് വേണ്ടിയോ ആ നിലക്കല്ല. അപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? ഇപ്പൊ മനസ്സിലായി അലിപുലി തുസ്മാനും അബൂബക്കർ ഉമർ ഫാറൂഖും എന്ന് പാടുന്നത് എന്തുകൊണ്ടാ മനസ്സിലായില്ലേ? കാരണം ഓലെ കൊണ്ടൊക്കെ അവ ജീവിച്ചു പോണത്. ഓലൊക്കെ പേര് പാട്ടുണ്ടാക്കിയിട്ടാണ്, ഓലെ പേര് മാനിയും കീരയും ഉണ്ടാക്കിയിട്ടാണ് ജീവിച്ചു പോണത്, അല്ലാത്ത സ്നേഹമൊന്നുമില്ല. അപ്പൊ ഈ ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഓലെ പേരും പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് സ്നേഹമാകൂല. ഓല വിറ്റ് പണമുണ്ടാക്കുന്നു, അത് സ്നേഹമല്ല. ഒരാൾ ഉമ്മാനെ കൊണ്ട് വിറ്റു അങ്ങാടിൽ 10 ലക്ഷം റുപ്യക്ക്. ഏതെങ്കിലും കാണുന്നവര് പറയോ ഓന എന്താ സ്നേഹം മാനോട് 10 ലക്ഷം റുപ്യക്കല്ല വിറ്റത്? ആരെങ്കിലും പറയോ? ബദരീങ്ങളെ പേര് പറഞ്ഞ് പണം മുടങ്ങിയിട്ട് അവരെ ഖബറ് പോലും ഇല്ലാത്ത ജാറത്തിന്റെ ഫോട്ടോയുണ്ടാക്കി അത് പ്രചരിപ്പിച്ച് പണമുണ്ടാക്കിയിട്ട് അവര് പറയാം ഞങ്ങളാ ബദരീങ്ങൾ ആൾക്കാര്, ഞങ്ങൾക്ക് അവരുടെ സ്നേഹമുള്ളവര്, ഞങ്ങളാ ഓല പേര് മുദ്രാവാക്യം വിളിക്കുന്നവര് എന്ന ഈ വക അവകാശവാദങ്ങളെ പറ്റി പ്രയോഗിക്കേണ്ട പ്രയോഗങ്ങൾ ഇതൊന്നുമല്ല. അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ വഹാബികളെ പേരെന്ന് പറയാൻ പറ്റൂല. അപ്പൊ സൂചിപ്പിച്ച പോലെ സ്നേഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ അല്ല ഇവരൊക്കെ മുദ്രാവാക്യം വിളിക്കുന്നത്. ഏതായാലും ഇപ്പൊ മുദ്രാവാക്യത്തിന്റെ കാര്യത്തിലും ഇപ്പൊ എന്തില്ല, അലിയും പുലിയും ഹൈദറൊന്നുമില്ല. ഇപ്പൊ അവിടുന്ന് മാറിയിട്ടുണ്ട്. ലേറ്റസ്റ്റ് മുദ്രാവാക്യം എന്താ നിങ്ങൾ കേട്ടോളി. ഇരുമ്പ് തണ്ടാൽ തല്ലി തകർക്കും, ഇരുമ്പ് തണ്ടാൽ തല്ലി ചതക്കും, വിശുദ്ധരായ അധ്യാപകരെ, വിശുദ്ധരായ അധ്യാപകരെ തടസ്സമാക്കാൻ തെളിവായിരിക്കും, അസഭ്യമാക്കാൻ തെറി വിളിക്കും, വൃത്തികേടിൻ സംസ്കാരവും, വൃത്തികേടിൻ സംസ്കാരവും നിലനിൽപ്പിന്റെ പരാക്രമമാണ്, നിലനിൽപ്പിന്റെ പരാക്രമമാണ്. നാട്ടിലെ പള്ളി മദ്രസയൊന്നും, നാട്ടിലെ പള്ളി മദ്രസയൊന്നും ചേളാരി കോൺഗ്രസ് കുത്തകയല്ല, ചേളാരി കോൺഗ്രസ് കുത്തകയല്ല. അധികാരത്തിൽ തണലിൽ കാട്ടിയ, അധികാരത്തിൽ തണലിൽ കാട്ടിയ വല്ലേട്ടൻകളി ജില്ലയിൽ വേണ്ട, വല്ലേട്ടൻകളി ജില്ലയിൽ വേണ്ട. ഈ നിലയ്ക്ക് മുദ്രാവാക്യം പോലും മാറി. ആദർശം പണ്ടേ മാറി. പിന്നെ ബാക്കിയുണ്ട് എന്ന് അവകാശപ്പെട്ടത് ഏതിലാ? മുദ്രാവാക്യത്തിന്റെ കാര്യത്തിൽ. അപ്പൊ അതും മാറ്റി. അപ്പൊ ഏതായാലും സലഫിന്റെ പാത പറയാൻ, സ്വഹാബത്തിന്റെ പാരമ്പര്യം പറയാൻ, മുൻഗാമികളുടെ വഴി പറയാൻ അവകാശമില്ലാതായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, സുന്നീന് പറയുന്നുണ്ടെങ്കിൽ ശംസുൽ ഉലമ പറഞ്ഞ ആ അർത്ഥത്തിലാണെങ്കിൽ പറയാം. ഏത് സുന്നത്തൈക്കാത്ത സുന്നി, ആ അർത്ഥത്തിൽ പറയാം, അല്ലാതെ പറയാൻ വകുപ്പില്ല. സുന്നത്തുമായി ബന്ധമുള്ളവൻ, സുന്നത്ത് പ്രാവർത്തികമാക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ആ പേര് പറഞ്ഞുകൂടാ. അപ്പൊ ഇങ്ങനെ എന്തിനും ഏതിനും വാലാട്ടുന്ന ഒരു ടീം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞൊരു മനുഷ്യനാണ് കാന്തപുരം എന്നിപ്പോ മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഈ കേസ് ആള് പറഞ്ഞത് ഇയാളെ പിന്നാലെ പോണ്ട, ഇയാളെ വിശ്വസിക്കണ്ട, ഇയാൾ ആലിമല്ല, ഇയാൾ ഇസ്ലാമിനെ സംസാരിക്കാൻ അവകാശമുള്ളവനല്ല എന്ന് അവരിപ്പം നാടിനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ഒരു കാരണം. ആരാണ് കാന്തമെന്ന് ഓലിപ്പ് പ്രസംഗിക്കാൻ ഈ കേസ് ഇപ്പൊ നാടിനെ കേസറ്റ് ഇറക്കി. ആരാ കാന്തമെന്ന് സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ കേസ് കേസറ്റ് ഒന്നൊന്നായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ പിടിച്ചിക്കാൻ വയ്യാത്തവരാണ് ഇപ്പൊ നാളെ സക്കാഫി പറഞ്ഞിട്ടുള്ളത് ആരാ കാന്തപുരമെന്ന് വിശദീകരിക്കാൻ വേണ്ടി അവര് ഇപ്പൊ രംഗത്തിറങ്ങിയത് എന്തിനാ? ഈ ഒരു ഇതും കൂടി ചേർത്ത് നിൽക്കാൻ വേണ്ടിയാണ്. അപ്പൊ ചുരുക്കത്തിൽ താല്പര്യം ഇസ്ലാമല്ല, താല്പര്യം ആദർശമല്ല. നേരെ മറിച്ച് ഈ നിലക്കുള്ള തട്ടിപ്പും വെട്ടിപ്പും നടത്തി എങ്ങനെയൊക്കെ
എന്ന് അവരെ പറ്റി ഖുർആൻ പഠിപ്പിച്ചെങ്കിൽ ആ പാത എങ്ങനെ ഇവിടെയും പ്രാവർത്തികമാക്കാം എന്ന ഗവേഷണമാണ് ഇവൻ നടത്തി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ കേസുഞ്ഞാള് വ്യാപകമായി ഇറക്കി കഴിഞ്ഞു, പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഇവരുടെ തനിനിറം എന്താണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അവരും ഇപ്പൊ ഇറക്കാൻ തുടങ്ങി. അതുകൊണ്ട് അതിന്റെ ഒരു 1-2 ഭാഗം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അവര് പറഞ്ഞോട്ടെ, ആരാകാന്തപുരം പണ്ഡിതങ്ങൾ ഇരിക്കേണ്ടിടത്ത് ഇരുന്നോളൂ. മുസ്ലിം കേരളത്തെ ഇത്തരമൊരു സംസ്കാരത്തിലേക്ക് എത്തിച്ചത് നിങ്ങളാണ് മിസ്റ്റർ കാന്തപുരം. പാരമ്പര്യത്തിന്റെ കണ്ണികൾ പൊട്ടിച്ചെറിഞ്ഞ് വിഘടനവാദം വളർത്തി സമ്പത്തിന് പിന്നാലെ ഓടിയ നിങ്ങൾക്ക് സംഭവിച്ചത് ഉസ്താദുമാരെ കുറ്റം പറഞ്ഞതാണ്. താങ്കൾ ഇത്തരം കൃത്രിമങ്ങൾ, വഞ്ചനകൾ അവസാനിപ്പിക്കണം. നിങ്ങളുടെ കുട്ടിക്കുരങ്ങുകളെ കൊണ്ട് ചുടിച്ചോറ് മാന്തിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കണം, നിർത്തണം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ജനമധ്യേ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏർപ്പാട് ഇല്ല, ഇനി ഞങ്ങൾ സഹിക്കില്ല. ഹക്കിന്റെ പാതയിൽ അള്ളാഹു അനുഗ്രഹിച്ച സമസ്തയുടെ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ വളർന്നിട്ടില്ല കാരന്തൂരികളെ. മിസ്റ്റർ കാന്തപുരം, താങ്കളുടെ അനുയായികളെ പിടിച്ചു നിർത്താൻ കള്ളപ്രചാരണം നിങ്ങൾക്ക് വേണ്ടി വന്നേക്കാം. പക്ഷേ അത് ഈ ഉലമാക്കളെ അവമതിച്ചിട്ട് വേണ്ട. ഇത് സുന്നി സമൂഹത്തിന്റെ താക്കീതാ. ഇനിയും നിങ്ങൾ തുടർന്നാൽ നിങ്ങളുടെ ചെയ്തികൾ എല്ലാം പൊതുജനത്തിനറിയില്ല. പക്ഷേ ഞങ്ങൾക്കതറിയാം. തെളിവുകൾ സഹിതം കൊടുങ്കാറ്റായി അവ നിങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കും. വിദഅത്തുകാരുമായുള്ള നിങ്ങളുടെ അവിശുദ്ധ ബന്ധങ്ങൾ, ഔലിയാക്കളായ മഹാന്മാരെ നിങ്ങൾ തെറിവിളിച്ചു ജനങ്ങളെ ഹറാമിന്റെ പാതയിലേക്ക് നയിച്ച നിങ്ങളുടെ ചതികൾ, അനധികൃതമായി നിങ്ങളും നിങ്ങളുടെ കറക്കു കമ്പനികളും സമ്പത്ത് വാരിക്കൂട്ടിയത്, പിന്നെ എറണാകുളമടക്കം ഇല്ല, ഞങ്ങൾ പറയുന്നില്ല. ഈ ശബ്ദമൊന്ന് കേൾക്കൂ. തെളിവുകൾ സഹിതം ഞങ്ങൾ പറയിപ്പിക്കണോ? അപ്പൊ കണ്ടോ, പറയിപ്പിക്കണോന്നാ പോലും കൂടി ചോദിക്കണത്. പറയിപ്പിക്കാൻ മാത്രമുണ്ട്. ഇതൊക്കെ സാമ്പിളാണ്, ടെസ്റ്റ് ഡോസ് ആണ്. ഇനിയും ഒരുപാട് കൈവശമുണ്ട് എന്നാണ് അവര് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രൂപത്തില് എല്ലാ നിലക്കും ഇസ്ലാമിന് ചീത്തപ്പേര് മാത്രം വരുത്തിത്തേ ഉള്ളൂ. ഈ മനുഷ്യനെന്ന് കൂടെ താമസിക്കുന്ന, കൂടെ ഒരേ ആദർശം സ്വീകരിക്കുന്ന ആളുകൾ പോലും പറയാൻ തുടങ്ങി. അവസാനിച്ചില്ല, അവര് വീണ്ടും പറയുന്നുണ്ട്. ഒരു ഭാഗം കൂടി അതുമായി ബന്ധപ്പെട്ട് കേൾക്കുക. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഷേഖുന ശംസുൽ ഉലമായ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. അപ്പറം നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറയ്ക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തൻ ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റ് ഒക്കെ വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന് ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്വന്തത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കും തന്നിലാണ്. അത് ഉള്ളാൾ തങ്ങൾ ഹക്കും തന്നിലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി. വഖദ് കഫറ,
പുഴത്തുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅതൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? എന്താണ്? മാത്രമല്ല അദ്ദേഹം ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹത്തിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ് പൊന്നു തങ്ങളെ? ഹത്തിന്റെ എതിരിൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു, കേട്ടോളൂ. ഉലമാവിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത് സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുല്ല പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാധ്യതത്ത് ഉസ്താദുമാരെ, ഉലമാഇനെ വിശിഷ്യ അസാധ്യതത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ എന്താ പറഞ്ഞത്? കൃത്യമായ അവർ തന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഉലമാഇനെ ഉസ്താദുമാർ ആക്ഷേപിച്ചാലുള്ള തിക്തഫലവും ആ ആക്ഷേപിക്കുന്ന രൂപവും അടക്കം അവരൊക്കെ കേസറ്റാപ്പതൊക്കെ. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ കുറെ കിബറും ബീമ്പും പ്രസംഗിച്ചടക്കുന്ന കുറെ അനുയായികളെയും കുറെ പണ്ഡിത നാമധാരികളെയും ഉണ്ടാക്കിയെടുത്ത് അതിന്റെ ഒരു ജനറൽ സെക്രട്ടറിയായി നടക്കുന്ന ആളാണ് സാക്ഷാൽ കാന്തപുരം എന്ന് മനസ്സിലായി. എന്നിട്ട് അനുയായികളൊക്കെ പാടെ കൂടി ഉള്ള തങ്ങളും ഇല്ലാത്ത തങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് ഈ കാന്തപുരം മുസ്ലിയാർക്ക് സ്ഥാനപ്പേരും കൊടുത്തു. അതെന്താ? ഖമറുൽ ഉലമാ. കൊടുത്ത സ്ഥാനപ്പേര് ഖമറുൽ ഉലമാ. ഹസൻ സഖാഫി പറയുന്നു, കൊടുക്കാൻ പറ്റിയ പേര് തന്നെയാണ്, കൊടുക്കാൻ പറ്റിയ പേര് തന്നെയാണ്. എന്തുകൊണ്ട്? സഖാഫി പറഞ്ഞോട്ടെ, ആ പേര് കൊടുക്കേണ്ടത് എന്തുകൊണ്ട് സഖാഫി വിശദീകരിക്കും, ശ്രദ്ധിക്കുക. ഇപ്പൊ ഇയാൾക്ക് പേരെന്താണ്? ഖമറുൽ ഉലമാന. ഖമറുൽ ഉലമാ. ഇയാൾക്ക് ആദരവ് ഇല്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം. ഉള്ള ആദരവ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ മലപ്പുറം ജില്ലയിലെ കുണ്ടൂരിൽ വെച്ചിട്ട് കാന്തപുരത്തെ ആദരിക്കൽ എന്ന ചടങ്ങ് ഇപ്പൊ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇയാൾ ആദരിക്കൽ, എന്നിട്ട് പരസ്യമായി ഇയാൾക്കൊരു പേരും ഖമറുൽ ഉലമാ. സംസുലമക്ക് പകരമായിട്ട് നല്ല പേരാണ്. പകലേതായാലും പുറത്തു വരാൻ പറ്റാത്ത ജാതിയാണല്ലോ. രാത്രി പ്രത്യക്ഷപ്പെടുന്നതിന്റെ പേരാ ഖമർ എന്നാല്. ഖമറുൽ ഉലമാ എന്താ? ആലിമീങ്ങളെ ഖമർ ചന്ദ്രൻ. അതിന് പകല് പുറത്തു കയറാൻ പറ്റില്ല, രാത്രിയെ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറ്റ പേരാണ് ഹസൻ സഖാഫി. ഇപ്പൊ മനസ്സിലായി ആരാ കാന്തപുരം എന്ന്? വിഷയത്തിൽ ആദ്യ ഭാഗം അവസാനിക്കുക. ഇനി രണ്ടാമത്തെ വിഷയം ഉണ്ട്. എന്തിനാ മർക്കസ്? എന്തിനാ മർക്കസ്? ആരാ കാന്തപുരം? എന്തിനാ മർക്കസ്? പലരും പല രൂപത്തിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പണ്ട് ജീലാനി ത്വരീഖത്ത് ആലുവയിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ വളാഞ്ചേരി ഓഫീസ് ഉണ്ടാക്കി അവിടുന്ന് പിന്നെ കാസറ്റും പുസ്തകമൊക്കെ ഇറക്കുന്ന ഒരു ടീമുണ്ട് ജീലാനി ത്വരീഖത്ത്. ഓരോക്കിന്റെ ബുക്കിന് പറഞ്ഞത് സംഗതി സത്യമാണെങ്കിലും തുറന്ന് പറയാൻ പ്രയാസമുള്ള പദപ്രയോഗങ്ങളാണ്. ഒരു പറഞ്ഞത് പണ്ട് ലൂത്ത് ഇസ്ലാമിക സമൂഹം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തിന്മന്റെ പേരിൽ. ആ തിന്മക്ക് ട്രെയിനിങ് കൊടുക്കുന്ന കേന്ദ്രമാണ് കാന്തപുരം മർക്കസ് എന്നാണ് ഒരു എഴുതിയത്. നമ്മൾ വായിക്കണില്ല, വേണ്ടുന്ന വായിക്കും സാധനം എടുത്തുണ്ട്. അപ്പൊ ഇത് ഒരു കൂട്ടർ ഇങ്ങനെ പറയുന്നു. അപ്പൊ എന്തിനാ മർക്കസ് ചോദിച്ചാൽ അതൊരു ഉത്തരമാണ്. അവിടെ ഇങ്ങോട്ട് ഒരുപാട് ഉത്തരങ്ങൾ. നമ്മളിപ്പോ ഈ പ്രസംഗത്തിനിടക്ക് ഒരുപാട് സഖാഫിമാരെ കണ്ടു, ഒരുപാട് സഖാഫിമാരെ. ഇതൊക്കെ അവിടെ ഇറങ്ങിയതിന് ഇവരൊക്കെ ഇറങ്ങിയിട്ട് എന്താ ചെയ്യണത്, എന്താ പ്രചരിപ്പിക്കുന്നത് അതും കണ്ടു. അപ്പൊ എന്തിനാ മർക്കസ് ചോദിച്ചാല് ഈ വക ആശയങ്ങള് അതേപോലെ സ്വന്തം ശൈഖുനാന്റെ ഇത്തരം കെട്ടിക്കൂട്ടുണ്ടാക്കിയ പോലീസുകള് അതൊക്കെ പ്രചരിപ്പിച്ച് വാരാട്ടി നടന്ന് അതിലൂടെ ഈ സമുദായത്തെ പഴപ്പിക്കാൻ പറ്റുന്ന ഒരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുക. അതിനാണ് ഒന്നാമതായി ആ കൂടാരം ഉണ്ടാക്കിയത്. ഇനി അതോടൊപ്പം അതിന്റെ കൂടെ കിട്ടുന്ന കുറെ സൈഡ് പ്രൊഡക്റ്റുകൾ
കുറെ ഉപോൽപ്പന്നങ്ങള് ആ മർക്കസിനുണ്ട്. അത് പലപ്പോഴായി മാലോകം അറിഞ്ഞതാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ആ ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ആ മർക്കസുമായി ബന്ധപ്പെട്ട് പത്രമാസികയിൽ വന്ന ചില പ്രയോഗങ്ങൾ ബഹുമാന ഹുസൈൻ സലഫി നാദാപുരത്ത് വായിച്ചു കളിപ്പിച്ചിട്ടുണ്ട്. ആ ഭാഗം സലഫി തന്നെ കണ്ടോ. വേറൊരു സ്ഥലത്ത് മാലിന്യ പ്രശ്നം എവിടുന്നാന്നറിയോ? നിങ്ങൾ ഉപ്പും ചോറും വളർന്ന് സഖാഫി ബിരുദം വാങ്ങിയിട്ട് പുറത്തിറങ്ങിയ മർക്കസില്ലേ, മർക്കസിനെ പറ്റി പത്രത്തിൽ എഴുതുന്നത് നോക്കൂ. മർക്കസിലെ മലിനജലം പരിസരവാസികൾക്ക് ഭീഷണി. മർക്കസേ ഈ നാട്ടുകാരെന്ത് കഴിച്ചു? നിങ്ങളാണ് കാരന്തൂര് നാറ്റിയാണ് നിങ്ങൾ എല്ലാം കൊണ്ടും. ആത്മീയമായും ആശയപരമായും നിങ്ങൾ നാറ്റുന്നു, ബാഹ്യമായും നിങ്ങൾ നാറ്റുന്നു. വായിച്ചു തരാം കേട്ടോ, പേരോട് പറയിപ്പിക്കുക. ഞാൻ ഈ പത്രക്കട്ടിംഗ് ഒന്നും ഉപകാരപ്പെടുന്നു വിചാരിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഇത് അന്ന് വായിച്ചപ്പോ ഞാൻ വിചാരിച്ച് ഇതൊക്കെ ഇപ്പൊ എന്താ പറയുള്ളത്, ഇതിപ്പോ ആരുടെ സ്ഥലത്തും ഉണ്ടാവില്ല, അതിനിപ്പോ ഒരു ഉത്തരവാദിയൊന്നും അല്ലല്ലോ. പക്ഷെ അപ്പൊ ഇങ്ങനെ മനസ്സിന് തോന്നി, ഒരു ചാൻസ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു റബ്ബേ. ആ കിട്ടിയിരിക്കാണ്, പേരോടെ കിട്ടിയിരിക്കാണ്. വായിച്ചു കേട്ടോ, കേട്ടോട്ടോ, കേട്ട് വായിച്ചു കേൾപ്പിച്ചു തരാം. മർക്കസിലെ മലിനജലം പരിസരവാസികൾക്ക് ഭീഷണി. കുന്നമംഗലം. മർക്കസിലെ മലിനജലം മൂലം പരിസരവാസികൾ നരകിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയയിലെ മലിനജലമാണ് ടാങ്ക് നിറഞ്ഞ് കവിഞ്ഞ് തൊട്ടടുത്ത പറമ്പുകളിലേക്ക് പരന്നൊഴുകുന്നത്. പേരോടെ കൂട്ടത്തിൽ തന്റേതുണ്ടോ? ഒരു ഗവേഷണത്തിന് ആളെ വിട്ടോ. നിറഞ്ഞൊഴുകല്ലേ? തീർന്നില്ല. അടുത്തുള്ള കിണറുകളിൽ പാട പോലെ വസ്തുക്കൾ പൊങ്ങി നിൽക്കുന്നതായി വീട്ടുകാർ പറയുന്നു. മദ്രസ ബോർഡിങ്ങിന്റെ പിൻവശം കിഴക്ക് ഭാഗത്ത് സ്ഥാപിച്ച ടാങ്കുകൾക്ക് മൂടിയില്ലാത്തത് കാരണം കൊതുകു ശല്യം വർദ്ധിച്ചിരിക്കുകയാണ്. ഈ പേരോടിനെ പോലുള്ള ഈ വൻകൊതുകുകൾ മാത്രമല്ല, മറ്റേ കൊതുണ്ട്. ഇവിടുത്തെ വീടുകളിലെ പിഞ്ചുകുട്ടികളുടെ ശരീരത്തിൽ കൊതുകിന്റെ കടിയേറ്റ പാടുകൾ കാണാം. ഇതിനോട് ചേർന്ന 9ഓളം വീട്ടുകാർ കിട്ടിയ വിലക്ക് സ്ഥലം മർക്കസിന് തന്നെ വിറ്റ് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ചിലപ്പോ ആ സ്ഥലം കിട്ടാൻ വേണ്ടി ശൈഖുനയും ശിഷ്യന്മാരെടുത്ത അടവ് ആയിരിക്കാം അല്ലേ, അവരൊഴിഞ്ഞു പോവല്ലേ. കേട്ടോ, മർക്കസിന്റെ തന്നെ സ്ഥലമായ പുതുക്കോത്ത് പറമ്പിൽ ടാങ്കിൽ നിന്നും നിറഞ്ഞു കവിഞ്ഞ മലിനജലം കെട്ടി നിൽക്കുന്നുണ്ട്. ഇതിൽ നിന്ന് ഈച്ചയും കൊതുകുകളും സഖാഫികളും ഇല്ലട്ടോ ഇതിൽ നിന്ന് ഈച്ചയും കൊതുകുകളും പെരുകി തൊട്ടടുത്ത വീടുകളിലെത്തുന്നു. മഴ വന്നതോടുകൂടി പുതുക്കോത്ത് പറമ്പിലുള്ള മലിനജലം നിരന്നു ഒഴുകി വളപ്പിൽ ഭാഗത്ത് വരെ എത്തുന്നുണ്ട്. കടുത്ത ചൂടിൽ പോലും 3-4 മീറ്ററിലധികം വെള്ളമുള്ള വീടിനോട് ചേർന്ന പ്രദേശത്തെ നിരവധി കിണറുകൾ മണ്ണിട്ട് മൂടിയിരിക്കുന്നത് ആരെയും ആശ്ചര്യപ്പെടുത്തും. ഇലക്ട്രിസിറ്റി ജീവനക്കാരായ പ്രകാശന്റെ കിണറ്റിൽ വെള്ളം മലിനപ്പെട്ടത് കാരണം ഉപയോഗിക്കാറില്ല. മേനായിക്കൽ സുധീറിന്റെ വീടിനോട് ചേർന്ന് ധാരാളം വെള്ളം ലഭിക്കുന്ന കിണർ പകുതിയോളം മണ്ണിട്ട് മൂടി. കിണറ്റിൽ നിന്നുള്ള ദുർഗന്ധം സഹിക്കാതെ വന്നപ്പോഴാണ് കിണർ മൂടിയത്. വിറ്റുപോകേണ്ടി വന്നവരുടെ പറമ്പിലെ 9ഓളം കിണർ മൂടിയിട്ടുണ്ട്. രാത്രിയിൽ മഴക്കൊപ്പം മുകൾ ഭാഗത്ത് നിന്ന് ഓടയിലേക്ക് മലിനജലം തുറന്നു വിടുന്നത് കാരണം മഴ പെട്ടെന്ന് അവസാനിച്ചാൽ ദുർഗന്ധം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. മുമ്പുണ്ടാക്കിയ ധാരണയനുസരിച്ച് വെള്ളം നൽകിയവർക്ക് പലപ്പോഴും വെള്ളം കിട്ടാതിരിക്കുമ്പോൾ മർക്കസിൽ ചെന്ന് പരാതിപ്പെടേണ്ട ഗതികേടിലാണെന്നും വീട്ടുകാർ പറയുന്നു. ഇതിനെതിരിൽ നടപടിക്കൊരുങ്ങുകയാണ് പ്രദേശത്തുകാർ. ആ നടപടി എന്ന് കണ്ടോളൂ. ചിത്രത്തിൽ കുറെ നേതാക്കന്മാർ അണിനിരന്നിരിക്കുകയാണ്. അതിലടിയിൽ കണ്ടോളൂ അടിക്കുറിപ്പ്. കാരന്തൂര് സുന്നി മർക്കസ് പരിസര മലിനീകരണ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കുന്ദമംഗലം ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ ധർണ അഡ്വക്കേറ്റ് ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്യുന്നു. അതിന്റെ അടിയിൽ വലിയൊരു ഹെഡിങ് കാണാം, മർക്കസ് മലിനീകരണ പ്രശ്നം യൂത്ത് കോൺഗ്രസ് ധർണ നടത്തി. തീർന്നില്ല, ഇനി ബഹുജന മാർച്ച് കണ്ടോളി. ചേറ്റിയട്ടിയിൽക്കല്ല ഞങ്ങളെ മർക്കസിൽക്ക് വിടുക ആൾക്കാരെ. എന്താ ഇത്? മർക്കസ് അധികാരികളുടെ വഞ്ചനക്കെതിരെ മർക്കസിലേക്ക് ബഹുജന മാർച്ചിന്റെ ചിത്രം കണ്ടോളൂ. എന്താണ് മാർച്ചിന്റെ അടിയിൽ കൊടുക്കുന്നത്? വഞ്ചനക്കെതിരെ.
വഞ്ചനക്കെതിരെ കാരന്തൂർ മർക്കസിലേക്ക് പരിസരവാസികൾ മാർച്ച് നടത്തുന്നു. കണ്ടില്ല നിങ്ങൾ ബാനർ കാണുന്നില്ലേ? ബാനറിന് വായിക്കാൻ കഴിയുന്നില്ലേ? മർക്കസ് അധികാരികളുടെ വഞ്ചനക്കെതിരെ മർക്കസിലേക്ക് ബഹുജന മാർച്ച്. ഇനി ഏതാ അതിന്റെ റിപ്പോർട്ട് കൂടി ഒന്ന് കേൾപ്പിക്കാം. വേറെയും റിപ്പോർട്ടുണ്ട്. ഏതാ അടുത്ത റിപ്പോർട്ട്? മർക്കസിൽ നിന്നുള്ള മലിനജലം നാട്ടുകാരുടെ കുടിവെള്ളം മുടക്കുന്നു. പേരോടെ മർക്കസിൽ നിന്നുള്ള മലിനജലം. നിങ്ങൾ ആശയം മാത്രമല്ല മലിനമാക്കുന്നത്, കുടിവെള്ളം മലിനാക്കുന്നുണ്ട്. ഇപ്പോഴല്ലേ മാലോകരം അറിയട്ടെ. ജനങ്ങൾ കുടിക്കുന്ന കുടിവെള്ളം മലിനമാക്കുന്ന കമ്പനിയാ നിങ്ങളെന്ന് ആളുകളൊന്നും അറിയട്ടെ. മർക്കസിൽ നിന്നുള്ള മലിനജലം നാട്ടുകാരുടെ കുടിവെള്ളം മുടക്കുന്നു. വായിക്കട്ടെ. വായിപ്പിച്ചതാണ് പേരോട്, പറയാൻ വിചാരിച്ചതല്ല. പറയിപ്പിച്ചതാണ് പേരോട്, പറയാൻ വിചാരിച്ചതല്ല. കേട്ടോളൂ. കുന്ദമംഗലം കോഴിക്കോട് ജില്ലയിലെ കാരന്തൂർ മർക്കസു സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കുന്ന മലിനജലം മൂലം സമീപത്തെ കിണറുകൾ മലിനപ്പെടുന്നു. ഇത് കാരണം പ്രദേശത്തെ വീട്ടുകാർക്ക് കുടിവെള്ളം പോലും മുടങ്ങുന്ന അവസ്ഥയാണ്. ഇനിയും കേട്ടോ, മലിനീകരണം രൂക്ഷമായപ്പോൾ പരിസരത്തുള്ളവർ സംഘടിച്ച് ശബ്ദമുയർത്തിയിരുന്നു. മർക്കസ് സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലം പരിസരത്തെ പറമ്പുകളിലും മറ്റും പരന്നൊഴുകിയിരുന്നു. പ്രശ്നപരിഹാരത്തിന് ശ്രമമില്ലാതെ വന്നപ്പോൾ മർക്കസ് മേധാവി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പരിസരത്തുള്ളവർ തടഞ്ഞു വെക്കുകയും മലിനജലം ഒഴുക്കിവിടുന്ന സ്ഥലങ്ങൾ കാണിക്കുകയും ചെയ്തിരുന്നു. ഗത്യന്തരമില്ലാതെ അന്ന് തന്നെ ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാമെന്ന് രേഖാമൂലം കാന്തപുരത്തിന്റെ കൈപ്പടയിൽ എഴുതി ഒപ്പിട്ട് നൽകിയിരുന്നു. പക്ഷേ ഈ കരാറിൽ 15 ദിവസങ്ങൾക്കകം ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ മലിനീകരണ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ പദ്ധതികൾ നടപ്പാക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരമുണ്ടാകാതെ വന്നപ്പോൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനും മനുഷ്യാവകാശ സംഘടനകൾക്കും പരാതി നൽകിയിരുന്നു. കാന്തപുരം വാക്ക് പറഞ്ഞാൽ പാലിക്കാറുണ്ടോ? 15 ദിവസത്തിനകം ചെയ്യാന്ന് പറഞ്ഞിട്ട് 2 മാസമായിട്ടും മലിനജലത്തിനെതിരെ നടപടിയെടുത്തില്ല. എന്തിനാ മർക്കസിന്? കാന്തപുരാരാന്ന് മനസ്സിലായി. മർക്കസോടുള്ള നേട്ടം എന്താണ്, എന്തിനാണ് ആ സ്ഥാപനം എന്നും ബോധ്യമായി. ആടുകളെ അഹ്ലുസുന്നയുടെ പാതയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന സഖാഫിമാരെ വാർത്തവിടുക. അതോടൊപ്പം ഈ രൂപത്തിൽ എങ്ങനെയൊക്കെ പരിസരത്ത് പ്രയാസം ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കുക. ഇപ്പൊ വല്ല പോലീസ് ചില മൂലയന്മാര് മർക്കസിന് തറക്കല്ലിട്ടപ്പോ വളരെ കുറഞ്ഞ സ്ഥലേ മർക്കസ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഉള്ളാൾ തങ്ങൾ പറഞ്ഞത്രേ, എടാ ഇക്കാണതൊക്കെ നമ്മളുതായിരിക്കും ഒരു കാലത്ത് എന്ന് പറഞ്ഞു. അത് യാഥാർത്ഥ്യമായതല്ല, യാഥാർത്ഥ്യമാക്കിയ പുകച്ച് പൊട്ടാടിച്ചതാ. അപ്പൊ ഈ രൂപത്തിൽ ഏരിയ ഒന്നാകെ വെട്ടിപ്പിടിച്ചിട്ട് ഇതൊക്കെ നമ്മളുതാണെന്ന് പറഞ്ഞിട്ട് ചില ട്രെയിനിങ് ക്യാമ്പുകള് ജീരാനിക്കാരൻ പറഞ്ഞ കേന്ദ്രങ്ങള് സ്ഥാപിച്ചിട്ട് അതിനെ പറ്റുന്ന ചില പടപ്പുകളെ പടച്ചുവിടുന്ന ഒരു സർക്കസ് കൂടാരം എന്നല്ലാതെ വേറെ മെച്ചൊന്നുമില്ല. എന്നിട്ട് ഓല അപ്പൊ നാട്ടിലിറങ്ങിയിട്ട് വഹാബികള് ബ്രിട്ടീഷ് അനുയായികള്, ഓര് ഖവാരിജീങ്ങള്, ഓര് മുൻഗാമികൾ തള്ളിയവര്, അഹ്ലുസുന്നയെ വെള്ളം ചേർത്തവര്, അവരെ ഒതുക്കിയവര്, പുത്തൻവാദികള് ഉണ്ടാൻ പാടില്ല, സലാം ചെല്ലാൻ പാടില്ല, മടക്കാൻ പാടില്ല, വിവാഹബന്ധം പാടില്ല എന്ന് പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ AP കൗമിനോട്, ഈ മർക്കസിന്റെ അനുയായികളോട്, ഈ കാരന്തൂരികളോട് എന്ത് നിലപാടാ വേണ്ടത് ശ്രദ്ധിക്കുക. റഹ്മത്തുള്ളാഹി ഖാസി പറഞ്ഞോട്ടെ, ഏത് രൂപത്തിൽ പെരുമാറണം അവരോട് ശ്രദ്ധിക്കണം നിങ്ങൾ. ചിന്തിക്കണം. ഈ വിഷയങ്ങളിലെല്ലാം സത്യത്തിൽ എന്താണോ മുജാഹിദിന്റെ ഭാഷ, ഈ ഭാഷ തന്നെയാണ് തബ്ലീഗ് ജമാഅത്ത് പുലർത്തിക്കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയും ഈ പ്രവർത്തനവും ഈ വിശ്വാസവും മുസ്ലിം സമുദായത്തിന് അന്യമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വളരെ ആത്മാർത്ഥമായി തന്നെ പറയുകയാണ്. നിങ്ങൾ ആരെങ്കിലും 4 ആളെ കാണുമ്പോൾ പറഞ്ഞ സംഗതിയാണ് എന്ന് വിചാരിക്കേണ്ട. എനിക്ക് തബ്ലീഗുമായി ഒരു ബന്ധവുമില്ല. എനിക്ക് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തുമായി സമസ്തമായുമായിട്ടല്ലാതെ ഒരു ബന്ധവുമില്ല. എങ്കിൽ പിന്നെ ആരൊക്കെയോ നോട്ടിലേക്ക് മാസിക ഇറക്കി അവൻ ഭ്രാന്തനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അച്ചങ്ങാടിക്ക് ഭ്രാന്താണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ AP വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്.
നിങ്ങൾ തെക്ബീർ ചെല്ലാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നുമല്ല, അങ്ങനെ വിചാരിക്കണ്ട. അങ്ങനെയൊന്നുമല്ല. ഉളുപ്പുണ്ടെങ്കിൽ അവർ പലിശക്കെതിരെ ക്യാമ്പയിൻ നടത്തില്ല. ഉളുപ്പ്, മലയാളത്തിൽ ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ്, ഉളുപ്പ്, ഉളുപ്പ് എന്നത്, ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്ടിൽ എന്ന് ഞാൻ പറയുന്നില്ല, വാക്കാൻ പിൻവലിക്കാണ്. കാരണം കാന്തപുരത്തേക്ക് നല്ല മനുഷ്യന്മാരാ, അവർ നല്ലോരാ, അവർ സമസ്തന്റെ ആളുകളാണ്, അവർ മുത്തക്കങ്ങൾ സാലിഹ്യങ്ങളാണ്. അല്ല നാട് ഞാൻ പറഞ്ഞില്ല, അയാൾക്കോ അയാൾ അനുയായികൾക്കോ ഉളുപ്പ്, ഉളുപ്പ് എന്ന 3 അക്ഷരം ഉണ്ടെങ്കിൽ പലിശക്കെതിരെ എങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തും? ഇയാൾ പറഞ്ഞതാ 2 കോടി ഞാൻ പലിശ കൊടുത്തു, ബാക്കി പലിശ കൊടുക്കാനുള്ള പൈസ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ മറന്നോ? അയാളും അയാളെ പേറിയവനും മാറും. അതെല്ലാവരും മനസ്സിലാക്കണം, അതെല്ലാവരും തിരിച്ചറിയും, അത് മനസ്സിലാക്കണം. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹിന്റെ അടിസ്ഥാനം ഇല്ല. എന്താ അള്ളാഹിന്റെ അടിസ്ഥാനം? എന്തിനാ ആലിമീങ്ങൾ പ്രവർത്തിക്കേണ്ടത്? എന്തിനാണ് അമ്പിയാ ഈ ലോകത്ത് വന്നത്? അമ്പിയാവ് വന്നത് വെറുതെ വേർന്ന് പറയാനല്ല. എന്താ അമ്പിയാവിന്റെ ലക്ഷ്യം? ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം. തസ്കിയത്തില്ലാത്ത എന്റെ ആക്ടിവിറ്റീസ്, എന്റെ തസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കാം, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് ചിന്താപാട് വിളിക്കാം, കുറെ ആളുകൾ അങ്ങോട്ട് തെക്ബീർ ചെല്ലുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിലിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടുമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർദ്ധനാണ്, അത് ആൺകുട്ടികളെ വാക്ക. ഇന്നിപ്പോൾ അവിടെയാണ്. ഇതാണ് AP കൗമിന് പോയിട്ട് യാതൊരു ബന്ധം വേണ്ട, അല്ലാഹുവിന്റെ അടിസ്ഥാനം അവർക്കില്ല. 2 കൂട്ടർക്കും ഒരേ ആദർശാണല്ലോ. 2 കൂട്ടരും ഇസ്തിഗാസി തർക്കമില്ല, തവസ്സുൽ തർക്കമില്ല, അതേപോലെ ജാറക്കമ്മറ്റി തർക്കമില്ല, ഏതെല്ലാം രൂപത്തിൽ തട്ടിപ്പുണ്ടോ അതൊന്നും തർക്കമില്ല. എന്നിട്ട് പറയുന്നു അല്ലാഹുവിന്റെ അടിസ്ഥാനമില്ല. അപ്പൊ ആ വിശ്വാസവും ആ ആദർശവും അല്ല അല്ലാഹുവിന്റെ ദീന് എന്ന് കൂടി കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഏതായിരുന്നാലും ഈ ആദർശപാത, ഈ നിലക്ക് ഇവർ പ്രചരിപ്പിക്കുന്ന ഇത്തരം പുത്തനാശയങ്ങൾ, ഈ വക ദുരാചാരങ്ങൾ ഇസ്ലാമുമായി ബന്ധമില്ല ഇത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇസ്ലാഹികൾ ഈ വേദി സംഘടിപ്പിച്ചത്. അല്ലാതെ വ്യക്തിപരമായി തേജോവധം ചെയ്യാനല്ല. ഒന്നുമില്ലാത്തൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അയാളെ പോലീസും പറഞ്ഞ് അയാളെ പിന്നിൽ ക്യൂ നിന്നാലേ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂമെന്ന് ചിലർ പ്രചരിപ്പിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് മുജാഹിദുകൾക്ക് പറയേണ്ടി വരുന്നുവെന്ന് മാത്രം. ഇസ്ലാമിന്റെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ലാത്തവർ, ഇടപെടാൻ പറ്റാത്ത മേഖലയിൽ ഇടപെട്ട് സംസാരിക്കുമ്പോൾ ശരിയല്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയേണ്ടി വരും എന്നതുകൊണ്ട് പറഞ്ഞുവെന്നേയുള്ളൂ. വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടല്ല, വിദ്വേഷം കൊണ്ടല്ല. ഒരു പക്ഷെ ഈ മനുഷ്യനും ഇതൊക്കെ നിർത്തി തൗബ ചെയ്ത് ഒരു പക്ഷേ തൗഹീദിന്റെ പാതയിലേക്ക് വന്നുകൂടായികയൊന്നുമില്ല. അത് വ്യക്തിപരമായ വിദ്വേഷമല്ല, പക്ഷേ അവര് പ്രചരിപ്പിക്കുന്ന ആശയത്തോട് ആദർശത്തോട് വിയോജിപ്പ് അല്ലാത്ത പ്രശ്നങ്ങളല്ല. അവസാനിപ്പിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.